ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്ത് ഞാൻ പോകുന്ന വിചാരിച്ചത്. അപ്പൊ ദൃശ്യം 3 അനൗൺസ് ചെയ്ത് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. എന്താണ് ദൃശ്യം 3? ജിത്തു ജോസഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫാമിലി ഡ്രാമ. ഇപ്പൊ പ്രിയങ്ക ചോപ്ര ഒരു ഇന്റർവ്യൂല് പറഞ്ഞു പുള്ളിക്കാരത്തി വീണപ്പം ക്യാമറ എല്ലാം തന്നെ അവർ താഴ്ത്തി എന്നുള്ളത്. കാരണം അതല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ വേഗം അത് എടുക്കും, എന്തെന്ന് ആംഗിളിൽ എന്തൊക്കെ കിട്ടും എന്നുള്ള പോലെ. ലാലങ്കിൾ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ആളാണ്. ഓൾഡർ ഹീസ് ഗെറ്റിംഗ് ദ മോർ നോട്ടിയർ ആൻഡ് മിസ്റ്റീരിയസ് ഈസ് ഗെറ്റിംഗ്. ലൈക്ക് പലപ്പോഴും പറ്റത്തില്ല സെറ്റില്. നമ്മളായിരിക്കും ആരെ ഇവിടെ ഏറ്റവും ഇളയ ആളെന്നുള്ളൊരു ഫീൽ ചെയ്യണം. ആൻഡ് ഐം നോട്ട് ഈവൻ എക്സാജറേറ്റിംഗ്, സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. 4-നുള്ള ഒരു ഹുക്ക് ഉണ്ട് ഡെഫിനറ്റ്ലി. എന്ന് വെച്ച് അത് 4-ആയിട്ട് ഡയറക്റ്റ്ലി ടൈ എന്നുള്ളതൊന്നും അല്ല. എപ്പോഴും ഒരു പോസിബിലിറ്റി ഉണ്ടാവുമല്ലോ, ഒരു വാട്ട് ഇഫ് എപ്പോഴും ഉണ്ടാവുമല്ലോ. എൻ്റെ ഒരുപാട് ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട് AI-ൽ എന്താ പറയുക എഡിറ്റ് ചെയ്ത ഫോട്ടോസ്. ബിക്കോസ് എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്ന്, ഇങ്ങനൊരു ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇറ്റ് ലുക്സ് സോ റിയൽ. എന്താ മോനെ ലൈൻ കട്ട് ഞാൻ ടോൾഡ് അലങ്ക് ലാസ്റ്റ് ഡേ അബൌട്ട് ഈ ലൈൻ കട്ട്. എന്താ ഈ ലൈൻ കട്ട്? ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ അറിയാം, യു സെഡ് സംതിങ് അബൌട്ട് ലൈൻ കട്ട്. ഇപ്പൊ എല്ലാവരും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Q സ്റ്റുഡിയോയിൽ എസ്തർ എന്ന്. വെൽക്കം. Hi, thank you. How are you doing? I'm doing well. How are you? I'm doing great, thank you. എസ്തറിൻ്റെ ഒരു ജേർണി പറയുകയാണെങ്കിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങി, ഇപ്പോൾ ഒരു ലീഡ് ആക്ടറാണ്. നമ്മുടെ സ്പെഷ്യലി നമ്മൾ ഓഡിയൻസിന് ഒരു എന്താ പറയുക, ഒരു കൺസെപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സ്ക്രീനിൽ കുട്ടിയായിട്ട് കണ്ട ആളെ എപ്പോഴും കുട്ടിയായിട്ട് കാണുള്ളൂ. ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടോ? ഞാൻ വലുതായും തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് എൻ്റെ മനസ്സിൽ ഞാനിപ്പോഴും വളരെ ചെറിയൊരു ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോഴും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഓരോരുത്തരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഒരു റിയാലിറ്റി ചെക്കാണ്. 24 ഫെയർലി ഏർലി ഏജ് ആണ് കല്യാണം കഴിക്കാൻ. എന്നാലും കല്യാണം കഴിയുന്നു. പിന്നെ എന്താ പറയുക, നമ്മളെക്കാൾ യങ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നു. സിനിമയിലല്ല, അല്ലാതെ ഞാൻ ചെയ്യുന്ന പ്രൊഫഷനിലും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് അയ്യോ കൊച്ചു. അപ്പം ഞാൻ എനിക്കതിനും ഒരുപാട് പ്രായമായിട്ടില്ലല്ലോ എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഹിറ്റിംഗ് മീ നൗ. പിന്നെ സിനിമയുടെ ആസ്പെക്റ്റിൽ പണ്ട് മുതൽ ആളുകൾ പറയാറുണ്ട് കുട്ടികളുടെ മുഖം കുട്ടികളായിട്ട് കണ്ടിട്ട് പിന്നെ വലുതാകുമ്പോഴും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഈസ് വെരി മച്ച് ദെയർ. ഇപ്പൊ അനിക ആയാലും നയൻതാര ആയാലും എസ്തർ ആയാലും ഒക്കെ ഒരു നായികയാവാറായോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഗ്രോൺ അപ്പ് ഹീറോയിൻ. നോ, ഐ എം നോട്ട് ഹീറോയിൻ. അങ്ങനെ മലയാളത്തിൽ ഹീറോയിൻ ലീഡ് റോളിൽ ചെയ്തിട്ടില്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. തമിഴിൽ യെസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആൾക്കാർക്ക് ഇത്രയും കണ്ടിട്ടില്ല എന്നെ. ഇപ്പൊ തമിഴിൽ പാപനാസം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ശേഷം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഹീറോയിനായിട്ട് കാണുമ്പോൾ ഫോർ ദം ഇറ്റ്സ് സ്റ്റിൽ ഓക്കെ. ഈവൻ തെലുഗുവിലും ആളുകൾക്ക് അത് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മലയാളത്തിലെ ലിറ്ററലി കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഇപ്പോൾ വരെ എല്ലാ ഫേസും ആൾക്കാർ കണ്ടിട്ടുള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഐ എം ഓൾസോ നോട്ട് ഫോഴ്സിങ് മൈസെൽഫ് ടു ലൈക്ക് പെട്ടെന്ന് നായികയാവണം എന്നുള്ളൊരു ഇതിൽ എൻ്റെ മനസ്സിലില്ല ഇപ്പൊ. ഓക്കെ, നൈസ്. ഇപ്പൊ പ്രൊഫഷന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു 6 മാസം മുമ്പ് സംസാരിച്ചിരുന്നു. അതായത് എനിക്ക് ലണ്ടനിലേക്ക് തിരിച്ചു പോകണം, കോഴ്സ് കണ്ടിന്യൂ ചെയ്യണം, അത് ഫിനിഷ് ചെയ്യണം, അതിനുശേഷം എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണം. അതിന്റെ ഒരു അപ്ഡേറ്റ് എന്താണ്? ഇപ്പൊ ആ ഡ്രീമിന്റെ ഒരു അപ്ഡേറ്റ്. ഇറ്റ്സ് വെരി ഫണ്ണി ബിക്കോസ് എനിക്ക് എപ്പോഴും വെൻ ഐ ലുക്ക് അറ്റ് മൈ ലൈഫ്, ഞാൻ സിനിമയിൽ നിന്ന് ഇങ്ങനെ ഓടിയിട്ടുള്ള ഒരാളായിട്ടാണ്. എനിക്ക് സിനിമ വേണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരാളായിട്ടാണ്. ഈവൻ ദോ സിനിമ ഒരു വലിയ ഭാഗ്യം പോലെ എൻ്റെ ലൈഫിൽ വന്നതാണ്. കാരണം വയനാട്ടിലെ ഒരു ചെറിയ സ്ഥലത്തുള്ള ഒരാളെ സംബന്ധിച്ച് വലിയൊരു ഒരിക്കലും ഡ്രീം ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് സിനിമ എന്ന് പറഞ്ഞാൽ. നമുക്ക് ലൈഫിൽ സംഭവിച്ചു. പക്ഷെ ഞാൻ അതിനെ അങ്ങനെ എംബ്രേസ് ചെയ്തില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബിക്കോസ് എന്തൊക്കെ കൊണ്ടോ എനിക്കിങ്ങനെ സിനിമ വലിയ ഇഷ്ടമല്ലായിരുന്നു എന്ന്, ഐ മീൻ ജോലി ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. സോ ഐ ഹവ് ഓൾവേസ് ചേസ്ഡ് മൈ അക്കാഡമിക്സ്. അത് കഴിഞ്ഞ് പഠിക്കാൻ ബോംബെ പോയി, അത് കഴിഞ്ഞ് ലണ്ടനിൽ പോയി, അതിനിടയ്ക്ക് ജോലികൾ ചെയ്തു, നോൺ പ്രോഫിറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തു, കൺസൾട്ടൻ്റ് ആയി. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫസ്റ്റ് ഫേസ് ഓഫ് ലൈഫിൽ പറയുകയാണെങ്കിൽ ബോംബെ പോയത് എൻ്റെ ഇതേപോലെ സിനിമ വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ബോംബെയിലേക്ക് പോയതാണ്. അപ്പോഴാണ് കോവിഡ് സംഭവിച്ചത്. ആൻഡ് ഐ ടു കം ബാക്ക് ബിക്കോസ് ദൃശ്യം 2 ചെയ്യാൻ അവർ തീരുമാനിച്ചു. നമ്മൾ എന്തായാലും അതിന് വേണം. പിന്നെ ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഇൻസ്റ്റഗ്രാം, ഫോട്ടോഷൂട്ട്സ് എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മൾ എപ്പോഴും കാണാൻ തുടങ്ങി, വീണ്ടും ആക്റ്റീവായി. അത് കഴിഞ്ഞ് അത് ബോറടിച്ചു. അഗൈൻ ഐം ജസ്റ്റ് ലൈക്ക് അയ്യോ എനിക്ക് എന്തായാലും സിനിമ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ഐ ഗോട്ട് ഇൻ ടു മൈ യൂണിവേഴ്സിറ്റി. അതിന് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ട്. കാരണം ദാറ്റ് വാസ് നോട്ട് വിത്ത് മണി, ഓൺലി വിത്ത് അക്കാഡമിക്സ്. ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. വയനാട്ടിൽ നിന്നൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്നു, ലോകത്തിലെ തന്നെ ദ ബെസ്റ്റ് കോളേജിൽ പഠിക്കാൻ പറ്റുന്നു. ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. സോ അഗൈൻ ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കൺസൾട്ടിങ് അല്ലെങ്കിൽ ഈ ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്ത് ഞാൻ പോകുന്ന വിചാരിച്ചത്. അപ്പോൾ ദൃശ്യം 3 അനൗൺസ് ചെയ്ത് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. സോ നൗ ഐ ഹവ് മേഡ് അപ്പ് മൈ മൈൻഡ്. ഐം ജസ്റ്റ് ലൈക്ക് ഇഫ് there's a reason why cinema is calling me back,
അപ്പോൾ ഞാൻ അതിനകത്തൊരു ജെന്യൂൻ എഫേർട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇത്രയും നാൾ ഞാൻ ജെന്യൂൻ അല്ല എന്നുള്ളതല്ല, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഒരു കുട്ടിക്കളി ഉണ്ടായിരുന്നു, ഓക്കെ വരുന്നത് വരട്ടെ എന്നുള്ളത്. ഇനി ഞാൻ വിചാരിച്ചു ഞാൻ പഠിച്ചു, ഐ ഹാവ് എ സോളിഡ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഐ ലവ് ദ വർക്ക് ദാറ്റ് ഐ എം ഡൂയിങ് ആസ് ഇൻ സിനിമയിലല്ലാതെ. അപ്പം ഞാൻ അതിനൊരു ബേസ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി വൈ നോട്ട് സിനിമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു 2 വർഷം ഐ ഗിവ് ഇറ്റ് എ ടൈം, ഒന്നും ആയില്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് എന്നുള്ള ഒരു പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. സോ ഐം ടേക്കിംഗ് ഇറ്റ് വെരി ഈസി. പ്രത്യേകിച്ച് പണി ആരും എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ജോലിക്ക് കയറി. ഇപ്പോൾ എൻ്റെ എസ്തർ എന്ത് ജോലിക്ക് ട്രൈ ചെയ്യുന്നത്, ലൈക്ക് ഐ എം അൺഎംപ്ലോയിഡ് അറ്റ് ദ മൊമെന്റ് എന്നാണ് ഞാൻ പറയാറ്. ദൃശ്യമായിരുന്നു പല ഫാക്ടേഴ്സ്, ഓരോ പ്രൊഫഷൻ തേടി പോകുമ്പോഴായാലും പഠിക്കാൻ പോകുമ്പോഴായാലും ദൃശ്യമാണ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിരുന്നത്. ദൃശ്യം 1 നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു ആ ഒരു പ്രൊജക്റ്റിലേക്കുള്ള ഒരു ഇൻ ആവുന്നത്? ദൃശ്യം 1 ആക്ച്വലി ഞാൻ ഡോക്ടർ ലവ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ബാബന ചേച്ചിയുടെ കുട്ടിക്കാലം ചെയ്തത്. അപ്പോൾ ജീത്തു അങ്കിളിന്റെ ഫ്രണ്ട് ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ. സോ അദ്ദേഹം പ്രൊഡ്യൂസർ ആയതുകൊണ്ടും ഫ്രണ്ട് ആയതുകൊണ്ടൊക്കെ ആ സിനിമ കണ്ടപ്പം അതിനകത്ത് കണ്ടുപിടിച്ചു. ആൻഡ് ദെൻ ഹീസ് ലൈക്ക് ഓക്കെ എന്തായാലും ഈ സിനിമ ചെയ്യുന്നുണ്ടല്ലോ, ചുമ്മാ വിളിച്ചു നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ സമയത്ത് വണ്ടർലയിൽ ഞാനും എൻ്റെ ഫാമിലിയും കൂടെ, ഞങ്ങളപ്പോൾ വയനാട്ടിലാണ് താമസിക്കുന്നത്, വണ്ടർലയിൽ പോകാനായിട്ട് പോയി. അന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിലാണ് കിടന്നത്. അപ്പോൾ ഈ കോള് വന്നു, അവർ അതേ ഹോട്ടലിലുണ്ട്, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. വാട്ട് എ കോയിൻസിഡൻസ്, നമ്മൾ അതേ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അങ്ങനെ പോയി ചെന്ന് കണ്ടു. ആൻഡ് ദെൻ ഐ ഗോട്ട് സെലക്റ്റഡ്. അപ്പോൾ ദൃശ്യത്തിന് മുന്നേ ലാലങ്കിളുടെ കൂടെ ഒരു നാൾ വരും എന്ന് പറഞ്ഞ സിനിമയിൽ അങ്കിളുടെ മോളായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓൾറെഡി ഓക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല ലാലങ്കിളുടെ കൂടെ അഭിനയിക്കാൻ, എന്തൊക്കെയോ ഉണ്ട്. ഐ ജസ്റ്റ് ഗോട്ട് സെലക്റ്റഡ്. അപ്പോൾ ജീത്തു അങ്കിളായിരുന്നു അന്ന് ഓഡിഷൻ എന്ന് പറയാൻ പറ്റും, ഒരു ഓഡിഷൻ പോലെ കണ്ടു, ഓക്കെ സൂട്ട് ആവുമെന്ന് തോന്നി, സെലക്ട് ചെയ്തു. അങ്ങനെ അന്ന് ഇതൊരു ചെറിയ കുട്ടിയാ, ഈ ക്യാരക്ടറിന്റെ ഒരു ഹെവിനെസ് ഉണ്ട്. ഇപ്പൊ ഏത് മലയാളിക്ക് ചോദിച്ചാൽ അറിയുന്ന പേരാണ് ജോർജ് കുട്ടി, അനു, അഞ്ജു, റാണി, ധ്യാനത്തിന് പോയ ദിവസം, സഹദേവൻ, ഇതൊക്കെ മഞ്ഞമാരുതിക്കാറ്, വരുൺ, ഇതൊന്നും ആരും മറക്കില്ല. സോ ആ ഒരു ക്യാരക്ടറിന്റെ ഹെവിനെസ് ആ ഒരു പ്രായത്തിൽ അത് മനസ്സിലാക്കുകയും അതിന്റെ സീരിയസ്നെസ് അപ്പൊ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. കഥ പോലും എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ബിറ്റ്സ് ആൻഡ് പീസസ് സെറ്റിലുള്ള ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്, കാരണം മനസ്സിലാവുന്നില്ല. കുഴി കുഴിക്കുന്നു, എടുക്കുന്നു, പക്ഷെ ഇതെന്തിനാ കുഴി വന്നത്, ഇപ്പൊ പശുവിനെ കിട്ടുന്നു, ഇത് ഡസന്റ് മേക്ക് സെൻസ് എന്നുള്ള പോലെ ഞാനിങ്ങനെ ഓടി നടന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് അറിയണം എന്നില്ലല്ലോ. അപ്പം അന്ന് ഐ തിങ്ക് ഇറ്റ് വാസ് ബെറ്റർ ദാറ്റ് ഐ ഡു നോട്ട് നോ ദ ഹെവിനെസ് ഓഫ് ദ ക്യാരക്ടർ. ചിലപ്പോൾ ഞാൻ പേടിച്ചു പോയനെ, ഇങ്ങനെ കരയണം, ഇങ്ങനെ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ സിനിമയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഡീൽ ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ പേടിക്കും. അപ്പം ആദ്യമേ പറഞ്ഞു അയ്യോ ഇല്ല ഞാൻ ഈ പടത്തിലില്ല എന്ന് പറഞ്ഞു പോയേനെ. സോ ഐ തിങ്ക് ഇറ്റ് വാസ് ബെറ്റർ ദാറ്റ് ഐ ഡു നോട്ട് നോ എ ലോട്ട് അബൌട്ട് വാട്ട് ഐ വാസ് ഗോയിങ് ടു ഡു. അന്നൊന്നും അറിഞ്ഞില്ല, പക്ഷെ ഇപ്പൊ ദൃശ്യം 3 എല്ലാം ഷൂട്ട് കഴിഞ്ഞു, എല്ലാം അറിയാം എന്താണ് നടക്കാൻ പോകുന്നത്. എന്താണ് ദൃശ്യം 3? ജിത്തു ജോസഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫാമിലി ഡ്രാമ. ഞാൻ ജിത്തു ജോസഫിന്റെ സൈഡിൽ നിന്ന് തന്നെ കേട്ട കാര്യമാണ്, അനു വളർന്നു വരുന്നതിന്റെ കൂടെയാണ് ഈ സിനിമയുടെ ഒരു ഗ്രോത്ത്. അനു ചെറുതായിരുന്നപ്പോഴാണ് ഇൻസിഡന്റ് നടക്കുന്നത്. പിന്നെ അനു സ്കൂളിൽ പഠിക്കുന്ന സമയം, ടീനേജ് സമയത്താണ് നെക്സ്റ്റ് ഫേസ് വരുന്നത്. ഇനി ഇപ്പൊ ഒരു അഡൾട്ടായി അനു. അതിന്റെ ശരിയാണ്, വെൻ ഐ ലുക്ക് അറ്റ് ഇറ്റ് ഓൾസോ ഞാനൊരു ചൈൽഡ് ആക്ടർ, എൻ്റെ ആ ചൈൽഡ് ഫേസ്, പിന്നെ ഈ പറഞ്ഞ ടീനേജ്, ഇപ്പൊ എക്സാക്ട്ലി എൻ്റെ അഡൾട്ട് 24 ഇയേഴ്സിൽ എൻ്റെ സിനിമയിൽ 3rd പാർട്ട് വരുന്നു എന്നുള്ളത്. സോ ആ ഒരു ഗ്രോത്ത് ഡെഫിനറ്റ്ലി എനിക്കും കാണാം സിനിമയിൽ. ക്യാരക്ടറിനും അതുണ്ട്. ഇപ്പൊ 2 കുറച്ചുകൂടെ ഒരു റെബല്യസ് ആയിട്ടുള്ള ഒരാളാണ്, റെബല്യസ് അല്ല ഒരു അനോയിഡ്, ഇപ്പൊ പല വീട്ടിലും ഉണ്ടാവും, അതെ ഒരു ടീനേജർ ആണ് എന്നുള്ളൊരു സാധനമുണ്ട്. സോ അഡൾട്ട് ആകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡുകൾ, അല്ലെങ്കിൽ ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇത് ഇങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരാള്. സോ എനിക്കറിയില്ല, അതിൽ ഈ പറയുന്ന പോലെ കഥയുടെ ഒരു ഗ്രോത്ത് കാണിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു എലിമെന്റ് ചിലപ്പോൾ അനുവിടെ ആയിരിക്കും. കാരണം ബാക്കി ആർക്കും അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നില്ലല്ലോ. അനുവിടെ പ്രായം തന്നെ വലിയ മാറ്റങ്ങളായിട്ട് കാണിക്കും. സോ അത് അങ്കിൾ യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ ആ ഒരു എലിമെന്റ്. ബട്ട് അതല്ലാതെ അങ്ങനെ ഭയങ്കര ഗെയിം ചേഞ്ചർ സംഭവം എനിക്ക് പറയുമ്പോൾ ഭയങ്കര ഇത് വരുന്നു എല്ലാവരും. കാരണം ഞാൻ പല ത്രെഡ്സിൽ ഇങ്ങനെ റെഡിറ്റിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന തിയറീസ് വായിച്ചപ്പോൾ എല്ലാത്തിലും അവർ എഴുതിയിട്ടുണ്ട് അനു ആണ് ഇനി പണി കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. ഗ്രൂപ്പിലെ പ്രധാന ഡിസ്കഷൻ അതാണ്, അഞ്ജുവിന്റെ പണി ഒരു സെറ്റായി, അതെ അഞ്ജു വഴിയായി, അടുത്ത വള്ളി പിടിക്കാൻ പോകുന്ന അനു ആണെന്ന്. ഞാൻ പറയില്ല എന്നാണോ അതല്ലാന്നാണോ? അയ്യോ ഇല്ല, എൻ്റെ അടുത്ത് ആകെ പറഞ്ഞിരിക്കുന്ന ഒരു ഫാമിലി ഡ്രാമ. ബട്ട് ശരിക്കും ഇതൊരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്. അതിനകത്ത് ഇങ്ങനെ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ടോ
ഇറ്റ്സ് അപ് ടു ദ പീപ്പിൾ ടു ഡിസൈഡ് ഓണസ്റ്റ്ലി. ഇതാണ് നമ്മൾ ദൃശ്യം 1-ലും 2-ലും കേട്ടത്. അയ്യോ എനിക്കറിയില്ല. ഇനി കമ്മിങ് ടു ദൃശ്യം അഗൈൻ, നിങ്ങളുടെ ഒരു ഫാമിലി ബോണ്ടിങ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ മോഹൻലാൽ ഉണ്ടായിരുന്നു, മീന ഉണ്ടായിരുന്നു, അൻസിബ ഉണ്ടായിരുന്നു, എസ്തർ ഉണ്ട്. നിങ്ങളുടെ ഒരു കൂടുതൽ സ്പേസ് 1-ൽ ഒരു ഗംഭീര സ്പേസ് ആയിരുന്നു. നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിച്ച് പറയുന്ന കാര്യങ്ങൾ മലയാളി ഓഡിയൻസിന് അത് അറിയാം, മോറോവർ ഇന്ത്യൻ ഓഡിയൻസിന് അത് അറിയാം. സോ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ്, സെറ്റ്, ഷൂട്ടിംഗ്, ആ ഒരു സ്പേസ്, ക്യാരക്ടർ, ഇതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ബണ്ടില് വളരെ കുട്ടിയാണ്. അപ്പം എല്ലാവരുടെ അടുത്തും എന്തെങ്കിലും പോയി തർക്കുത്തരൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റിൽ നടക്കുന്ന ഒരാളായിരുന്നു. 2 ആയപ്പോൾ അത് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. കാരണം ഒന്ന് എൻ്റെ ക്ലാസ് നടക്കുമായിരുന്നു. ഞാൻ അണ്ടർഗ്രാഡ് സെക്കൻഡ് ഇയർ ആയിരുന്നു. അപ്പം എനിക്ക് പരീക്ഷകളുണ്ട് മുംബൈയിൽ. അപ്പം കോവിഡ് ആയതുകൊണ്ട് നമുക്ക് വർക്ക് ഫ്രം ഹോമിൽ എന്തായാലും പറയാം, ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. അപ്പോൾ ജീത്തു അങ്കിക്ക് അറിയായിരുന്നു. എനിക്ക് അതുകൊണ്ട് ഒരു കാരവനിൽ ഒരു റൂം തന്നിട്ടുണ്ടായിരുന്നു. എക്സാംസും എല്ലാം സബ്മിറ്റ് ചെയ്യാൻ ഞാൻ നേരെ പോകും ഷോർട്ട് കഴിഞ്ഞാൽ. സോ ആൾക്കാരായിട്ട് വലിയ ഇൻട്രാക്ഷനിലായിരുന്നു. സോ പൊതുവേ ഉള്ളൊരു നെഗറ്റീവ് ആയിട്ടല്ല, ആൾക്കാർ പറയായിരുന്നു ആകെ മിണ്ടാതെ ആയിപ്പോയി, വലുതായപ്പോഴേക്കും കുട്ടി മിണ്ടാതെ ആയിപ്പോയി എന്നുള്ളൊരു സാധനം. ആൻഡ് ഇറ്റ് വാസ് ട്രൂ. ലൈക്ക് ഐ സെഡ്, ഐ ഡിഡ്ന്റ് വാണ്ട് ടു മിംഗിൾ വിത്ത് എനിബഡി. സിനിമ ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു തന്നെ ഒരു സ്പേസിലായിരുന്നു. പക്ഷെ 3 ആയപ്പം ഐ വാസ് ജസ്റ്റ് മൈ സെൽഫ് അഗൈൻ. അപ്പോൾ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ എനിക്കറിയാവുന്ന ആളുകൾ, ഒത്തിരി വർഷമായിട്ട് അറിയാവുന്ന ആളുകൾ, ജീത്തു അങ്കിൾ ആൻഡ് ഓൾ ഹവ് ബിക്കം ഫാമിലി. കാരണം അത്രയും വർഷമായിട്ട് അറിയാം. അങ്കിളും മക്കളും ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ പിന്നെ സെറ്റിലുള്ള ആൾക്കാരാണെങ്കിലും, സോ വി നോ എവ്രിബഡി. സോ ഐ വാസ് ജസ്റ്റ് മൈ സെൽഫ്. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ലാലങ്കിൾ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പം അതെ, ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് നമുക്കൊരു എല്ലാത്തിനും ഒരു പാർട്ട്ണറിനെ കിട്ടിയ പോലെയാണ് അങ്കിൾ സെറ്റിലുള്ളപ്പം. ആൻഡ് ഐ ഫീൽ ലൈക്ക് ദ ഓൾഡർ ഹീസ് ഗെറ്റിംഗ്, ദ മോർ നോട്ടിയർ ആൻഡ് മിസ്റ്റീരിയസ് ഹീസ് ഗെറ്റിംഗ്. ലൈക്ക് പലപ്പോഴും പറ്റത്തില്ല സെറ്റില്. നമ്മളേക്കും ആരെ ഇവിടെ ഏറ്റവും ഇളയ ആളെന്നുള്ളൊരു ഫീൽ ചെയ്യണം. ആൻഡ് ഐം നോട്ട് ഈവൻ എക്സാജറേറ്റിംഗ്, സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ലാലങ്കിൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആള് പാസ്റ്റിനെ പറ്റിയോ ഫ്യൂച്ചറിനെ പറ്റിയോ ഉള്ള തോട്ട്സ് ഒന്നുമില്ല. ഈ മൊമെന്റിൽ എന്താണോ അത് അങ്ങ് എൻജോയ് ചെയ്യുക, ബുള്ളി ചെയ്യുക, കുറച്ചൊക്കെ ഇൻ എ വെരി വെരി ഫണി വേ. ആരും അത് എക്സാക്ട്ലി സെൻസിബിൾ വേ. എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും വിഷമമാണെന്ന് തോന്നിയാൽ തന്നെ ഹി വുഡ് ജസ്റ്റ് ഗോ ലൈക്ക്, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞ അല്ലാട്ടെന്നും പറഞ്ഞാൽ അവർക്ക് ഒരു ഹഗ് കൊടുക്കും. മീനാൻറ്റി ഈസ് ഓൾസോ സച്ച് എ സ്വീറ്റ് ഹാർട്ട് ഓഫ് എ പേഴ്സൺ. പ്രായമാവുന്നുണ്ടെന്ന് പോലും റിയലൈസ് ചെയ്യാൻ പറ്റില്ല. കാണാനാണെങ്കിലും ചെറുപ്പത്തിലെ ശീലങ്ങൾ മാറുന്നില്ല. മീനാൻറ്റി, ഈവൻ ഞാൻ ലാലങ്കിൾ എന്ന് വിളിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ബട്ട് അൻസിബ ചേച്ചി ആണെങ്കിലും അതെ, അൻസിബ ചേച്ചിയും വല്ലപ്പോഴൊക്കെ കാണാറുണ്ടായിരുന്നു. പിന്നെ മീനാൻറ്റിനെ ആകെ ഈ ഷൂട്ടിന് സമയത്ത് മാത്രമേ കാണാറുള്ളൂ. ഇത് മലയാളത്തില് ദൃശ്യം ഇറങ്ങി ഹിറ്റ് ആവുന്നു, അതിനുശേഷം പിന്നെ ഓരോരോ ലാംഗ്വേജസിൽ പോകുന്നു. ഓൾമോസ്റ്റ് 12ഓളം ലാംഗ്വേജസിൽ ഈ സെയിം സ്റ്റോറി ഇൻക്ലൂഡിങ് ചൈനീസ് എത്തിയിട്ടുണ്ട്. ഈ സ്റ്റോറി തമിഴിൽ വന്നപ്പോ എസ്തർ തന്നെയാണ് ചെയ്തത്, അഞ്ജുവിന്റെ ക്യാരക്ടർ, ഐ മീൻ അനുവിന്റെ ക്യാരക്ടർ. തെലുങ്കിലും എസ്തർ തന്നെയാണ് ചെയ്തത്. ആൻഡ് സ്പെഷ്യലി നേരത്തെ എടുത്ത് പറഞ്ഞ ഇൻട്രോഗേഷൻ സീൻ ഉണ്ടല്ലോ, മലയാളത്തിൽ ഷാജോൺ ചേട്ടനായിരുന്നു, തമിഴിൽ വന്നപ്പോൾ കലാഭവമണിയായിരുന്നു. ഈ ഒരു സീനിന്റെ എക്സിക്യൂഷൻ, അതിന് തന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ, ഇവർ രണ്ടുപേരും ഷാജോൺ ചേട്ടനും കലാഭവമണി ചേട്ടനും, അതെങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അപ്പം ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി മലയാളത്തിലായിരിക്കുമല്ലോ. അപ്പം ഇതിന്റെ ഒരു ഡെപ്ത് അറിയില്ല. ഞാനിങ്ങനെ അവർ പറയുന്നത് ജീത്തു അങ്കിൾ കാണിച്ചു തരുന്നത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വാട്ട് റിയലി ഹെൽപ്പ് ഇസ് ദാറ്റ് ഐ സ്റ്റിൽ റിമെമ്പർ ദിസ് വെരി ക്ലിയർലി. ഈ സീൻ നടക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ വെച്ച് പേടിക്കുന്ന ഒരു സീൻ നടക്കുമ്പോൾ എല്ലാവരുടെയും കഴിഞ്ഞാൽ ലാസ്റ്റ് എൻ്റെ എടുക്കുന്നത്. കാരണം അതൊരു ക്ലോസപ്പ് സീനാണ്, ആരും വേണ്ട ആവശ്യമില്ല. അപ്പോൾ ലാലങ്കിൾ ആക്ച്വലി പോവാം, നേരത്തെ ഷൂട്ട് തരുന്നത്. പക്ഷെ അങ്കിൾ അവിടെ നിന്നിട്ട് അങ്കിൾ അപ്പുറത്ത് മോളെ എന്നെ നോക്കിക്കോ, എന്നെ ഇടി കിട്ടുന്ന കണ്ടില്ലേ. സോ ഹി വാസ് ദെയർ, ക്യാമറയുടെ പുറത്ത് അഭിനയിക്കായിരുന്നു, ഇടിക്കുന്ന പോലെ നമുക്കത് കണ്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. There is no need for somebody as big as Lalanku to do that for me. പക്ഷെ അത് കളക്റ്റീവ്ലി ആ സീൻ നന്നാവണം, അല്ലെങ്കിൽ അത് എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അങ്കിൾ അവിടെ വന്ന് റിയാക്ട്. അത് നിലത്ത് കിടന്ന് ഇങ്ങനെ ചവിട്ടി കൊള്ളുന്നൊരു സാധനം. നമ്മളൊക്കെ മാക്സിമം ആ ചവിട്ടി കൊള്ളുന്ന സീൻ ഇനി ചെയ്യാതിരിക്കാൻ കിട്ടുകയാണെങ്കിൽ ആ മതി നിർത്തി പോവാം എന്നല്ലേ വിചാരിക്കും. ബട്ട് ഹി വാസ് ദെയർ ഡൂയിങ് ദാറ്റ്. സോ ദാറ്റ് ബിക്കെയിം എക്സ്ട്രീംലി ഈസി ഫോർ മീ. പിന്നെ ഈ പറഞ്ഞ പോലെ ഷാജോൺ അങ്കിളിനെ പണ്ട് മുതൽ കോമഡി ക്യാരക്ടറിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ വേറെ തന്നെ ഒരു ആളായി മാറും. സെയിം വിത്ത് കലാഭവൻ മണി ചേട്ടൻ ആസ് വെൽ. ഭയങ്കര എന്താ പറയാ, ദേഷ്യവും ഡയലോഗിൽ നമ്മൾ തന്നെ പേടിച്ചു പോകും. നമുക്ക് കൂടുതൽ അഭിനയിക്കേണ്ടി വരില്ല, നമ്മൾ അത്രയും പേടിച്ചു പോകും. സോ ഇറ്റ് വാസ് ഫെയർലി ഈസി കേട്ടോ ഇപ്പം ആലോചിക്കുമ്പം അങ്ങനെ. പിന്നെ ലൈക്ക് യു സെഡ്, കമ്മിങ് ബാക്ക് ടു യുവർ സെയിം പോയിന്റ്, ഇതിന്റെ ഒരു ഡെപ്ത് അറിയാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അത് എങ്ങനെയോ ചെയ്യാം എന്നുള്ളത്. കാരണം ഇത് എത്ര വലുതാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ലല്ലോ, അതുകൊണ്ട്.
ഈ ആ ഒരു വലിപ്പം എപ്പോഴാ ഫീൽ ചെയ്ത് തുടങ്ങിയത്? ദൃശ്യത്തിന്റെ ഒരു ഇമ്പാക്ട് ഇപ്പോഴും ഞാൻ ലൈഫിൽ പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി അനുഭവിക്കുന്നുണ്ട്. കാരണം ഇന്നും ആൾക്കാർ ഓർത്തിരിക്കുന്ന ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയാണ്. ഇത്ര വർഷത്തിന് ശേഷം ദി ഓൺലി തിങ്, അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യു ഹാവ് ടു ആസ്ക് മീ ഈസ് ദൃശ്യം. അത് ഞാൻ എന്താ പറയാ, സോ ദാറ്റ്സ് എ ബിഗ് ബ്ലെസ്സിങ് ആസ് വെൽ വെൻ യു ലുക്ക് അറ്റ് ഇറ്റ്. എത്ര പേർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ള പോലെ. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ആളുകൾക്ക് വളരെ ഡിഫിക്കൽട്ടും ആണ് വേറൊരു ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ അതിനുശേഷം ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ പറയും, ഇപ്പം മറ്റേ മീമെല്ലാം കാണും, മറ്റേ ദൃശ്യത്തിന് മാത്രം ഉണ്ടാവുന്ന പൂവ് എന്നൊക്കെ പറയുന്ന പോലെ എസ്തറും എന്ന് പറഞ്ഞിട്ട് മീമൊക്കെ വരും. ദ ട്രൂത്ത് ഇസ്, എനിക്ക് ഒത്തിരി സിനിമ ചെയ്തു. തമിഴിൽ 2 പടം ചെയ്തു, തെലുഗു ചെയ്തു, നമ്മുടെ മലയാളത്തില് മഞ്ജു ചേച്ചിയുടെ കൂടെ ബേസിലൊക്കെ തന്നെയും ജാക്ക് ആൻഡ് ജിൽ എന്ന് പറഞ്ഞ പടം ചെയ്തു. ഒത്തിരി പടങ്ങൾ ഇൻ ബിറ്റ്വീൻ ചെയ്തു. പക്ഷെ ആൾക്കാർ അത് ഓർത്തിരിക്കാൻ ഒരു വഴിയുമില്ല. ബിക്കോസ് ദൃശ്യമാണ് എന്നും അങ്ങനെ നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ ഞാനൊരു നായികയായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഞാനൊരു ചൈൽഡ് ആക്ടറായിട്ട് വന്ന് ആ ഒരു ഫേസിൽ ചെയ്യാൻ പറ്റുന്ന സിനിമകളല്ലേ ഉള്ളൂ. അപ്പം obviously it was not possible. പക്ഷെ അതൊന്നും അങ്ങനെ മനസ്സിൽ ഇപ്പം ഇനി അങ്ങോട്ട് ഇറ്റ് മൈറ്റ് എഫക്ട് മീ, ബിക്കോസ് ഇപ്പം സീരിയസ് ആയിട്ട് പല കാര്യങ്ങളും കാണുന്നുണ്ട്. അന്നും ഇതങ്ങനെ വലിയായിട്ട് എഫക്ട് ചെയ്തിരുന്ന. സോ ബട്ട് വെൻ ഐ ലുക്ക് അറ്റ് ഇറ്റ്, അതാണ് അതിന്റെ ഒരു പോസിറ്റീവ് കാര്യവും നെഗറ്റീവ് കാര്യം. ലൈഫ് റിയലി ചേഞ്ച്ഡ്. ദൃശ്യം ഒരു സിനിമയോട് കൂടി അത് ഇറങ്ങിയ ഡേറ്റിന് അപ്പുറത്തോട്ട് ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്. ആൻഡ് ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. ഇപ്പൊ പറഞ്ഞില്ലേ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ കിട്ടി എന്നുള്ളത്, അതുവരെയുള്ള ജേർണി ആക്ച്വലി ദൃശ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം അതിൽ അങ്ങനെയുള്ള ഒരു എക്സ്പോഷർ, പല ലാംഗ്വേജിലേക്ക് ഞാൻ പോകുന്നു, അതിന് മോണിറ്ററി ഫൈനാൻഷ്യലി കിട്ടുന്ന ഒരു ഉയർച്ച, പിന്നെ ആൾക്കാരുടെ കണക്ഷൻസ്, പിന്നെ ഞാൻ അത് കഴിഞ്ഞാണ് കൊച്ചിയിലേക്ക് പഠിക്കാൻ വരുന്നത്. സോ അവിടുന്ന് കിട്ടുന്ന കണക്ഷൻസ്, ഇതൊക്കെ എന്നെ ആണ് സഹായിച്ചത് ഈ പറയുന്ന പോലെ ഒരു യൂണിവേഴ്സിറ്റി വരെ എത്താനുള്ള. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ച് ഏതെങ്കിലും ഒരു കോളേജ് ചെയ്ത് ഇപ്പം എന്ത് ജോലിയായിരിക്കും ചെയ്യാമെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റില്ല. സോ ഐ റിയലി think it was a blessing that everything that have happened till date, അതിനൊരു പാർട്ട്, ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു പാർട്ട് ഉണ്ടെന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നു. ആൻഡ് ഇപ്പൊ പറഞ്ഞില്ലേ ഈ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോകുന്നു, അവിടെ പഠിക്കുന്നു, പുറത്തു പോയി പഠിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് അതൊരു ക്രേസ് ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. സ്റ്റിൽ അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞിട്ടില്ല, പക്ഷെ അതിനൊരു കുറവുണ്ട്. ഇതേപോലെ സാനിയ ഇതേപോലെ നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, പുറത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഡ്രീമാണ് അവിടെ എത്തിപ്പെടുന്നത് വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. എസ്തറും കുറച്ച് സ്ട്രഗിൾസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റാർഡം ഇല്ല, വി നീഡ് ടു വർക്ക്. അതൊരു സ്ട്രഗിൾ അല്ല കേട്ടോ, അത് പാർട്ട് ഓഫ് ലൈഫ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാനിയ പിന്നെ നമ്മൾ ഇന്റർവ്യൂവിൽ കോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ റേസിസം ഒരുപാട് അവിടെ ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നൊക്കെ. So what is actually Esther face ചെയ്ത ഫീൽ ചെയ്തൊരു ജേർണി? Okay, first of all, what I want to make it really clear is that this is not a debate between Sania versus Esther. ഇത് കാരണം എന്നെ വളരെ വിഷമിപ്പിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ സാനിയുടെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞിട്ട് UK-ലുള്ള ഒരു പ്രമുഖ, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ഫുൾ എന്നെ പറ്റി നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും അവർ എഴുതാൻ പോകുന്ന ഒരു ചാനൽ എഴുതി, എന്താ പറയുക, അവിടെ എല്ലാവരും വായിക്കുന്ന ഒരു ഇതാട്ടോ, എഴുതി സാനിയപ്പൻ വന്നപ്പം റേസിസം ആയിരുന്നു, അതുകൊണ്ട് തിരിച്ചുപോയി. പക്ഷെ എസ്തറിനിൽ നേരെ മറിച്ച് LSE കിട്ടി, എന്താ പറയുക, ഇത്രയും വലിയ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ കണ്ടോ, മറ്റേ ആൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർഡം ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പേടിച്ച് ഓടിയതാണ് എന്നുള്ള പോലെ ഇൻ എ വേ ദേ വർ പുട്ടിങ് ഹർ ഡൗൺ ടു നമ്മളെ ഒന്ന് പൊക്കി കാണിക്കാനായിട്ട്. പക്ഷെ ഇറ്റ് റിയലി ഡിഡ്ന്റ് മേക്ക് സെൻസ് ടു മീ ആൻഡ് ഐ ഫെൽറ്റ് ബാഡ്, ബിക്കോസ് സാനിയ ഞങ്ങളൊക്കെ ഏകദേശം ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാണ് ആൻഡ് വി ഹാവ് ഓൾ ഫെയർ ഷെയർ ഓഫ് സ്ട്രഗിൾ. ആൻഡ് ഐ റിമെമ്പർ മെസ്സേജിങ് സാനിയ, ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നു, ഐ ഡോണ്ട് വോണ്ട് ഹർ ടു തിങ്ക് ഞാനായിട്ട് ഇത് എഴുതിപ്പിച്ചതാണോ അല്ലെങ്കിൽ ഇതൊരു ഇതാണ്. സാനിയ വാസ് ലൈക്ക്, ഇതൊക്കെ നമ്മൾ ഇറ്റ്സ് വെരി കൂൾ, ലൈക്ക് ആൾക്കാരാണ് നമ്മളെയൊക്കെ ശത്രുക്കളാക്കുന്നത്, അല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ശത്രുത ഉള്ളതുകൊണ്ടല്ല. ഈവൻ നൗ വി ഗുഡ് ഫ്രണ്ട്സ്. സോ I would say I have a very different perspective on that. I have not faced any struggle, to be honest. ഒരു 2%, 3%. റേസിസം ഓൾസോ ഏതെങ്കിലും ഒരു എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല അങ്ങനെ റേസിസം ഉണ്ടായിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ്. ഐ ഹവ് ട്രാവൽഡ് അക്രോസ് യൂറോപ്പ് as well and I've been a student in London for 1 year. പക്ഷെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ വാം ആൻഡ് വെൽക്കമിങ് ആണ്. പിന്നെ പാർട്ട് ടൈം ജോലിയൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഞാൻ വേറെ രീതിയിലൊക്കെ ഇങ്ങനെ മലയാളി അസോസിയേഷൻ്റെ പരിപാടിക്കൊക്കെ പോയി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അത്യാവശ്യം സർവൈവ് ചെയ്യാൻ പോകാൻ പറ്റി. ബട്ട് പാർട്ട് ടൈം ഞാൻ 2 മാസം ചെയ്തു നോക്കിയായിരുന്നു. അയ്യോ, അതിൽ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇതില്ലാത്തത് കൊണ്ട്, ബട്ട് ജനറലി ഐ എം ഷുവർ സാനിയും പാർട്ട് ടൈം ഒന്നും ചെയ്തിട്ടായിരിക്കില്ല അത് പറയുന്നത്. എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് ഐ എം ഓൾസോ സെയിങ്, ഈ ഒരു അമേരിക്കൻ ഡ്രീം പോലെയാണല്ലോ ആൾക്കാർ ഇപ്പോൾ എല്ലാവരും കൂടെ പുറത്ത് പോയി രക്ഷപ്പെടുന്നത്. ദാറ്റ് ഈസ് വെരി സ്റ്റുപ്പിഡ് തിങ് ടു ഡു. ഇപ്പം
നമ്മൾ നമ്മുടെ ഓൺ റിസർച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ പെട്ടു എന്നേ ഉള്ളൂ. ഇത്രയും ലക്ഷത്തിന്റെ ലോണും എടുത്ത് ഞാൻ പല ദിവസവും ഇങ്ങനെ ബസ്സിലൊക്കെ കയറുമ്പോൾ മലയാളി കുട്ടികളെ കാണാറുണ്ട്, സംസാരിക്കും. അവർ പറയാം അവരുടെ റീസൺ എന്താണെന്നറിയോ ലണ്ടനോ അല്ലെ വരാനുള്ളത്, അവരുടെ ഫ്രണ്ട്സ് പഠിക്കാൻ പോയിട്ട് ഫോട്ടോസ് കണ്ടു ഇങ്ങനെ ടവറിന്റെ മുമ്പിൽ നിൽക്കുന്നൊക്കെ. അത് കണ്ട് അവർ വെച്ച് ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഐ എം നോട്ട് ഈവൻ കിഡിങ്, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും ലക്ഷം രൂപ 10-30 ലക്ഷം രൂപ നിങ്ങൾ പേരൻസ് സ്പെൻഡ് ചെയ്യുന്നല്ലേ ലോണല്ലേ, അപ്പൊ നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്തായിരുന്നു? ഏജൻസിക്കാർ പറഞ്ഞു പൊയ്ക്കോളാൻ, അതുകൊണ്ട് ഞങ്ങൾ പോയിരുന്നു. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് തോന്നും. കാരണം ഞാനൊക്കെ എൻ്റെയൊക്കെ മെയിൽ ബോക്സ് തുറന്നിട്ടുണ്ടെങ്കിൽ അയക്കാത്ത മെയിലുകളില്ല ആൾക്കാർക്ക്, ലിങ്ക്ഡിനിൽ അയക്കാത്ത മെസ്സേജസ് ഇല്ല. എല്ലായിടത്തും ചോദിക്കുക നല്ലതാണോ, ഇത്രയും റിസ്ക് എടുക്കുന്നതിന് വർത്ത് ആണോ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫാമിലിക്ക് അങ്ങനെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഞാൻ പോകുന്നത് കൊണ്ട്. സോ ഐ ഫീൽ ലൈക്ക് പീപ്പിൾ ഹവ് നോട്ട് ഈവൻ ഡൺ ഒരു 10% പോലും റീസർച്ച് ഓൺ വെയർ ദേ ആർ ഗോയിങ്, വാട്ട് ദേ ആർ ഗോയിങ് ടു ഡു, ഇതിനൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ, ഒന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയുള്ളതൊക്കെ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഈ കാണുന്ന ഫോട്ടോസിൽ കാണുന്ന ലൈഫല്ല അവിടെ, നമ്മൾ അങ്ങനെ ഹസ്ൽ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ വെൽക്കമിങ് ആയിരിക്കില്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് ഹായ് ഹലോ, ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഒരു കംഫർട്ട് സ്പേസ് ഉണ്ട്, നമ്മൾ പഠിച്ചു വളർന്ന നാട്, നമ്മുടെ കൂട്ടുകാര്. എക്സാക്ട്ലി. ആൻഡ് കോൺവെർസേഷൻസ് ഡിഫറെന്റ് ആണ് അവിടെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഡോണ്ട് മിസ്റ്റേക്ക് മീ, പക്ഷേ ആൾക്കാർ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആണെന്ന്, സെൻസിബിളിനപ്പുറത്ത് കുറച്ചുകൂടെ സെൻസിറ്റീവ് ആണെന്നുള്ളത് കൾച്ചറലി ഡിഫറെന്റ് ആണല്ലോ. ഇപ്പൊ നമ്മൾ വിളിക്കുന്ന പോലത്തെ, നമ്മൾ ചിലപ്പം കാണും അയ്യോ അങ്ങ് തടിച്ച് ഇപ്പൊ ഒക്കെ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ആ ഒരു ക്ലോസ് ആകുമ്പം വി കുഡ് സേ തിങ്സ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ അപ്പുറത്തെ പ്ലേറ്റിൽ നമ്മൾ ചിലപ്പോൾ ഫുഡ് എടുത്ത് കഴിച്ചേക്കാം. അതൊക്കെ അവിടെ ദേ മൈ ടേക്ക് ഒഫെൻസ് ഫോർ ദീസ് തിങ്സ്. അഗൈൻ പേഴ്സണലി ഐ ഹവ് നോട്ട് സീൻ ഇറ്റ്, ബിക്കോസ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള ആളാണ്. എന്താണ് അവരവർക്ക് ഓക്കെ എന്നുള്ളത് വെച്ചിട്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർ ഒഫെൻഡഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളത്. സോ ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് കൾച്ചർ. പിന്നെ ഈ പറഞ്ഞ ചുമ്മാ എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ എറിഞ്ഞിട്ട് പോയാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ദേഷ്യം വരുമായിരിക്കും. അപ്പൊ അതിന് ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴേക്കും ദി അതർ പേഴ്സൺ ഇസ് ബീങ് റേസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ഫെയർ പോയിന്റ് ടു മേക്ക്, ബിക്കോസ് യു ഹാവ് ടു ബി വെരി അഡ്ജസ്റ്റിംഗ് ടു ദെയർ കൾച്ചർ. ആഫ്റ്റർ ഓൾ നമ്മൾ അവിടെ ഒരു സെക്കൻഡ് സിറ്റിസനെ പോലെ പോയി നിൽക്കുന്ന ആൾക്കാരാണ്. ബട്ട് ഓൾസോ ദാറ്റ് ഡസ് നോട്ട് മീൻ അവരുടെ ഹാർട്ടും തുപ്പം എല്ലാം കേട്ട് നമ്മൾ അവിടെ നിൽക്കണം എന്നുള്ളതും അല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇറ്റ്സ് വെരി ട്രിക്കി സിറ്റുവേഷൻ. സെൻസിബിളി പോവാ. പിന്നെ പലപ്പോഴും അവരുടെ ആങ്കർ വാലിഡ് ആയിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നും. കാരണം അവിടുത്തെ പുഴകളിലൊന്നും മീൻ പിടിക്കാൻ പാടില്ല. ഈ എന്താ പറയാ, ഇവര് വളർത്തുന്ന മീനുകളൊക്കെ ആയിരിക്കും. അത് വരെ ഇന്ത്യൻസ് ചിലർ പോയിട്ട് അത് ഇതിട്ട് ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് വരും. അതൊന്നും അലൗഡ് അല്ല അവിടെ. അലൗഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി ചെയ്യാന്നുള്ള. ഇതൊരു മീനിനെ കാണുമ്പോൾ നമുക്ക് നാളെ ചൂണ്ടിട്ട് അത് എന്റെ കൺമുമ്പിൽ ഞാൻ കാണുക, അവര് വളരെ ക്യാഷ് ആയിട്ട് പറയുകയും ചെയ്യാം. സോ ഒബ്വിയസ്ലി അവിടെയുള്ള ആൾക്കാർക്ക് ദേഷ്യം വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇറ്റ്സ് എ ടു സൈഡ് ഓഫ് ദ സെയിം കോയിൻ. ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ തോന്നാൻ പോകുന്നു പിന്നെ റേസിസം ഒന്നും കണ്ടില്ല എന്ന് നടിക്കാന്നുള്ളതല്ല. എൻ്റെ എക്സ്പീരിയൻസ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ ഐ എം ഷുവർ അവിടെ ഡെഫിനറ്റ്ലി റേസിസം ഉണ്ട്. ഇറ്റ്സ് ദാറ്റ് നമ്മൾ നമ്മുടെ കാര്യം നോക്കി മാക്സിമം നമ്മുടെ സർക്കിൾ ഉണ്ടാക്കി പോവാ. അവിടെ അനു ജോർജിനെ തിരിച്ചറിഞ്ഞ മലയാളികളുണ്ടായിരുന്നു ഒത്തിരി പേര്. ഞാൻ താമസിച്ചത് അഗൈൻ ടവർ ബ്രിഡ്ജിന്റെ അടുത്തുള്ളൊരു ബിൽഡിങ്ങിലാണ്. അപ്പൊ നമ്മൾ നടക്കാനൊക്കെ ഇറങ്ങുമ്പം ഫുൾ ഈ പ്രീ വെഡിങ് ഷൂട്ട്സ് ഒക്കെ നടക്കുന്നത് ആ ബ്രിഡ്ജിന്റെ താഴെ ആയിരിക്കും. അപ്പൊ കുറേ മലയാളികൾ ഉണ്ടായിരിക്കും. അവർ വരും, സംസാരിക്കും. ചിലപ്പം നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. അത് ഈവൻ യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഈ കുട്ടി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ അവര് കുറവാണ് അവരുടേത്, പക്ഷെ എന്നാലും പറഞ്ഞു കേട്ടൊക്കെ അവർ വരുമായിരുന്നു. ഫണി തിങ് ഈസ്, നമ്മള് ഇവിടെ നടക്കാൻ പോകുമ്പോൾ ഈ പ്രീ വെഡിങ് ഷൂട്ടിന്റെ ആൾക്കാർ വന്നിട്ട് ചോദിക്കും ഒരു വിഷ് പറയാവോന്ന്. ഞാൻ പറയും എനിക്ക് ഇവിടെ അറിയത്ത് പോലും ഇല്ലല്ലോ, ചുമ്മാ എന്തെങ്കിലും വിഷ് ചെയ്താൽ മതി അവർക്ക് വേണ്ടിയിട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അങ്ങനെ ഞാൻ കുറെ പ്രീ വെഡിങ് ചെയ്ത ആൾക്കാർക്ക് വിഷ് കൊടുത്തിട്ടില്ല. എങ്ങനെയെങ്കിലും പറഞ്ഞു ഇറ്റ് വിൽ ബി സോ ഓഡ്. എനിക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാനിങ്ങനെ അവരെ പറ്റി 2 വാക്ക് പറയാനൊക്കെ പറയും. അവരുടെ പേര് പോലും അറിയില്ല. ബട്ട് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഇന്ററാക്ടിങ് വിത്ത് ദം. പിന്നെ മലയാളികളെ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട് ലണ്ടനില്. അപ്പൊ വല്ലപ്പോഴൊക്കെ അവിടെ ഈസ്റ്റ് ഹാമിലൊക്കെ പോകുമ്പോൾ ഒത്തിരി മലയാളികൾ കാണാറുണ്ട്. ബട്ട് വെരി നൈസ് സോ ഫാർ. അങ്ങനെ ഒരാൾ ഒരു തവണ സ്റ്റോക്ക് ചെയ്തു, അതൊഴിച്ച് വേറെ എല്ലാം ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഈ പുറത്തിറങ്ങുന്ന സമയത്ത് തിരിച്ചറിയുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സെലിബ്രിറ്റീസും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ വാച്ച് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിങ് ക്യാമറാസ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഹൗ സേഫ്, ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു CCTV പോലെ ചുറ്റും എല്ലാവരുടെയും ഉണ്ടാവും. അതിനെക്കുറിച്ച് എസ്തർ സംസാരിച്ചിട്ടുണ്ട്, മറ്റ് ഫീമെയിൽ ആക്ടേഴ്സ് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അതിലൊരു ചേഞ്ച് വന്നതായിട്ട് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോൾ കാണുന്ന സോഷ്യൽ മീഡിയ, എന്ത് മീഡിയ ആയിക്കോട്ടെ, റെഗുലേറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്
എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉം. കാരണം എങ്ങനെയൊക്കെ റെഗുലേറ്റ് ചെയ്താലും there's always loopholes for it. ആൾക്കാരുടെ ഒരു കൾച്ചറാണ് മാറേണ്ടത് എനിക്ക് തോന്നുന്നു ലാർജ്ലി. ഇപ്പം പുറത്തൊക്കെ പാപ്പരാസി കൾച്ചർ തുടങ്ങിയപ്പോഴും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർക്ക് എവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് സ്ലോലി പീപ്പിൾ ഹാവ് ബിക്കം വെരി റെസ്പെക്ട്ഫുൾ. ഇപ്പോൾ പ്രിയങ്ക ചോപ്ര ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, പുള്ളിക്കാരത്തി വീണപ്പം ക്യാമറ എല്ലാം തന്നെ അവർ താഴ്ത്തി എന്നുള്ളത്. കാരണം അതല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ വേഗം അത് എടുക്കും, എന്തെന്ന് ആംഗിളിൽ എന്തൊക്കെ കിട്ടും എന്നുള്ള പോലെ. സോ ഐ ഫീൽ ദ ചേഞ്ച് ഇസ് വെരി സ്ലോ, ബട്ട് ഇറ്റ് മൈറ്റ് കം ടു പീപ്പിൾ. Do you feel the change here? നോ, ഇറ്റ് വോണ്ട് ഹാപ്പൻ എനി ടൈം സൂൺ. ഇപ്പൊ ആൾക്കാർ ആ ഒരു അതിന്റെ ഒരു ഒരു തുടുപ്പിലാണുള്ളത്. അതിന്റെ ഒരു എല്ലാം ക്യാപ്ചർ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ വിറ്റ് പ്രോഫിറ്റ് ചെയ്യണം, ഏതൊക്കെ ആംഗിൾ ക്യാപ്ചർ ചെയ്യാം, എവിടെയൊക്കെ നോക്കാം എന്നുള്ളതിന്റെ ഒരു ഇതിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. സോ ഇറ്റ് ഹേർട്സ് മീ സംടൈംസ് ബിക്കോസ് അഗൈൻ ഞാൻ ഇതിൽ നിന്നൊക്കെ വിട്ട് നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പുറത്തിറങ്ങണം, ഇത് ചെയ്യണം എന്ന് വിചാരിക്കുമ്പം ഇവരുടെ കണ്ണുകളിൽ കൂടെ കാണുള്ളൂ. കോമന്റ്സ് ആർ വെരി ഹേർട്ട്ഫുൾ. ഇപ്പൊ നമ്മൾ ഇവരെ കുറ്റം പറയും, ഈ വീഡിയോ എടുക്കുന്നവര്, ഇതിന്റെ താഴെ ഇവർക്ക് ഇത് തരുന്ന ആൾക്കാരോ കോമന്റ്സ് വരും, ഇവര് തന്നെയാണ് ഇവരെ വിളിച്ചത് എന്ന് പറയും. ഈ പാപ്പരാസീസ് തന്നെ ആക്ടേഴ്സ് ആണ് വിളിച്ചതെന്ന്. അത് സത്യമായിട്ടുള്ള ഇതുണ്ടാവും. ഞാനൊന്നും ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല ആരെയും. ഐ സംടൈംസ് വണ്ടർ ഇവർക്ക് എവിടുന്നാ വരുന്നത് എന്നുള്ളത്. പിന്നെ ഇപ്പം സിനിമ റിലീസാകും, അതിന്റെ PR വിളിക്കാറുണ്ട്, അവർ വിളിച്ചിട്ടാണ് വരുന്നത്. സോ ഒബ്വിയസ്ലി ഒരു സിനിമയുടെ പ്രൊമോഷന് ഇങ്ങനെയുള്ള മീഡിയാസ് വേണം. സോ ഇതൊരു കളക്റ്റീവ് ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇതിനിടയിലുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ്, അതിന്റെ ഡിസ്കംഫേർട്സ് നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളത്. സോ ലൈക്ക് സെഡ്, ഞാൻ കഴിഞ്ഞൊരു ഇവന്റിന് പോയി ആൻഡ് ഒരു ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. മേ ബി വെരി അൺകംഫർട്ടബിൾ. ഞാൻ രാത്രി വിളിച്ച് നല്ല പറഞ്ഞു, അവരപ്പോൾ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ബട്ട് ഐ ആസ്ക്ഡ് ദം, ഒരു ബേസിക് സെൻസ് വേണ്ടേ? നിങ്ങൾ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുന്നു, അപ്പൊ പിന്നെ അത് എന്താ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ? നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു 10 സെക്കൻഡ് വീഡിയോ ഒന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കിക്കൂടെ? അയ്യോ അത് സ്റ്റാഫായിട്ടത്, ഞങ്ങൾ കണ്ടില്ല, അങ്ങനെ എന്തെങ്കിലും ആട്ടെ. അവരപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു. സോ ഇനിയിപ്പോ ആ വീഡിയോ അന്വേഷിച്ച ആൾക്കാർ പോവായിരിക്കും. അപ്പോ സോ ഐം ജസ്റ്റ് സെയിങ്, സംടൈംസ് ഇറ്റ് ഡസ് പിസ് മീ ഓഫ്. ഞാനിങ്ങനെ ഭയങ്കര സെൻ ആയിട്ടിരിക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ എനിക്കറിയാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദ മൊമെന്റ് യു സ്റ്റെപ്പ് ഔട്ട്, ദിസ് ഇസ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. പിന്നെ ഐ പേഴ്സണലി ടെമ്പർ ഇഷ്യൂസ്, പലപ്പോഴും നല്ല ചിരിച്ച് പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ അറിയാതെ പോലും നമ്മുടെ മേത്തൊന്ന് കൈ കൊണ്ട് ഇതാവോ ചെയ്താൽ ചിലപ്പോൾ ദേഷ്യം വരും. സോ ഐ ഓൾസോ ഡോണ്ട് വാണ്ട് എന്താ പറയാ പീപ്പിൾ ഓൺ ദി ഇന്റർനെറ്റ് ടു സീ മീ ഗെറ്റിംഗ് ഔട്ട് ഓഫ് മൈ കൺട്രോളോ ലൈക്ക് ഇങ്ങനെ ഞാൻ അങ്ങനെ എനിക്ക് ദേഷ്യപ്പെടുന്ന ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. കരയുന്നത്, വളറബിൾ ആവുന്നത് എനിക്ക് അങ്ങനെ കാണണം എന്നുള്ള, നമ്മുടെ ഫ്രണ്ട്സ് കാണുന്ന പോലെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാം, കുറച്ച് വിട്ടു നിൽക്കൂ, അല്ലെങ്കിൽ വെറുതെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നമ്മൾ എന്താ പറയുന്നത് നമുക്ക് അറിയാത്തത്. ബട്ട് പീപ്പിൾ പ്രൊവോക്ക് യു ഫോർ, ബിക്കോസ് നല്ല കാശും എല്ലാവർക്കും ജീവിക്കണ്ടേ, അതാണല്ലോ ഇവിടെ നടക്കുന്നത്. സോ ഐ ഫീൽ ഇറ്റ് വിൽ ചേഞ്ച് വിൽ ഹാപ്പൻ. സ്ലോ ആയിരിക്കും, പക്ഷെ എന്തെങ്കിലും അത് വരൂലേ? നിങ്ങളാണ്, നിങ്ങൾക്ക് പാർട്ട് ഓഫ് ദ മീഡിയ, സോ ദാറ്റ് ഈസ് വൈ ഐ ആം ആസ്കിങ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ ഫീൽ ലൈക്ക് കംഫർട്ട് സ്പേസിലേക്ക്, അതായത് ഒരാളുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കടന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്നുള്ളതും, ഈ പറഞ്ഞ പോലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, ഇന്ന മീഡിയക്ക് അറിയാം ഏത് ആംഗിൾ, ഒരു കമന്റ് ഇട്ടിരുന്നു. Do you really go through the comments and all? ഞാനിപ്പോൾ ആക്ച്വലി എസ്തറിന്റെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് റിസർച്ച് ചെയ്യുന്ന സമയത്ത് when I was going through Instagram, ഇതേപോലെ എനിക്ക് തോന്നുന്നു വെരി റീസെന്റ് ബൈസന്റെ പ്രൊമോഷൻ വന്ന സമയത്ത്, മൂവി കാണാൻ വന്ന സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോസ് ആണ്. ഓ മൈ ഗോഡ്, കമന്റ്സ് ആർ ലിറ്ററലി ഇത്രയ്ക്കും ദാരിദ്ര്യം ഉണ്ടോ ആൾക്കാർക്ക് ഞാൻ സർപ്രൈസിംഗ്ലി കണ്ടതാണ്. നോ കോമന്റ്സ് ആണ് ദാറ്റ്. ഇറ്റ് ഈസ് വെരി ട്രൂ. ഇപ്പം ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡേ ടു ഡേ ലൈഫിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻ ആണ്. ഐ ജനറലി ഡോണ്ട് റീഡ് കോമന്റ്സ്. പക്ഷെ ചില ദിവസങ്ങളിൽ ഇപ്പം നമുക്ക് ഈ സെൽഫ് ഹാം ചെയ്യാൻ ആയിട്ടുള്ള പോലത്തെ തോട്ട്സ് വരുമല്ലോ, അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ കോമന്റ്സ് ഇരുന്ന് വായിക്കാം. കാരണം മോശമായിട്ടുള്ള കോമന്റ്സ് ആണെന്ന് അറിയാം. ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി ഹാബിറ്റ് ഓൾസോ. ദാറ്റ് ഇസ് എ ഗുഡ് വേ ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾസ് സൈക്കി, ഓർ ലൈക്ക് യു നോ, ആൾക്കാരുടെ പുതിയ പുതിയ ട്രെൻഡ് എന്താണ്, ആൾക്കാരുടെ ചിന്തിക്കുന്ന രീതികളിൽ. ഇപ്പം വെരി പേഴ്സണൽ ഒപ്പീനിയൻ, ബട്ട് ഐ ഫീൽ ഇപ്പം ഞാൻ, അനിക, സാനിയ എന്നൊക്കെ പറഞ്ഞ ഒരു ടീനിൽ നിന്ന് ലീഡ് റോളിലേക്ക് അല്ലെങ്കിൽ അഡൾട്ട്സായി വന്ന ആൾക്കാരാണ്. സോ പീപ്പിൾ ഹാവ് എ ടെൻഡൻസി ടു സോർട്ട് ഓഫ് ഹൈപ്പർ സെക്ഷുവലൈസ് യങ് ഗേൾസ് ലൈക്ക് മീ, യങ് വിമൻ ലൈക്ക് മീ എന്നുള്ള പോലെ. ദാറ്റ് ഈസ് ഓൾവേസ് ബിൻ ദെയർ. പക്ഷേ മലയാളികളുടെ ആ ഒരു പെർട്ടിക്കുലർ സൈക്കോളജി ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെ ഏതൊക്കെ രീതിയിലാണ്. ആൾക്കാർ വളരെ ഓപ്പൺ ആയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതുന്നത്. ഇപ്പം
പല പല അവരുടെ ഫെറ്റിഷുകളൊക്കെ അവർ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. സോ Yeah. വണ്ടറിങ് ഓ ദാറ്റ് ഈസ് എന്തൊരു ഗട്ട്സ് ആൾക്കാർക്ക്. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ ഒരു മറ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ, അവരാരും കാണുന്നില്ലല്ലോ ഇതിന്റെ ബാക്കിൽ സോഷ്യൽ മീഡിയയുടെ പ്രൊഫൈൽ ആരുടെയാന്നുള്ളത്. കമ്മിങ് ബാക്ക് ടു സിനിമ, Yeah. മിൻമിനി അതെ. അതൊരു വലിയൊരു ബ്രേക്ക്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 8 വർഷത്തോളം ആ ക്യാരക്ടറിന്റെ ഒരു ഹെവിനെസ് ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിന്റെ ജേർണി അങ്ങനെയാണ്. ഹിമാലയത്തിൽ പോകുന്നു, ബൈക്ക് റൈഡ് ചെയ്യുന്നു, ക്യാരക്ടറിന്റെ ആ ഒരു ഹെവിനെസ് കൊണ്ടുപോകുന്നു. എങ്ങനെയായിരുന്നു മിൻമിനി ഹാപ്പൻഡ്? ഓക്കെ, ക്യാരക്ടറിന്റെ ഹെവിനെസ് അവിടെ എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഹലീത്ത അതിന്റെ ഡയറക്ടർ ആദ്യം കഥ എന്ന് പറയുമ്പം ഞാൻ ദൃശ്യമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലാണ് ഓഡിഷൻ ചെയ്തു. അപ്പൊ പറഞ്ഞത് ഇതിന്റെ ഫസ്റ്റ് ഹാഫിലെ അതായത് കുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത്, അതിന്റെ സെക്കൻഡ് ഹാഫിൽ വേറെ ആളുകളായിരിക്കും അഭിനയിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ പ്രോജക്റ്റിലേക്ക് വരുന്നത്. അത് 8 വർഷത്തേക്ക് നീളുന്നൊന്നും നമുക്കപ്പോൾ അറിയില്ല. അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഷീ ഗോട്ട് ബിസി വിത്ത് സംതിങ്. പുള്ളിക്കാരി വേറെ സിനിമകൾ ചെയ്തു, അത് അത്യാവശ്യം റെക്കഗ്നൈസ്ഡ് ആയി തമിഴിൽ. അങ്ങനെ പുള്ളിക്കാരി കുറച്ച് ബിസിയായി. ഇതൊരു പേഴ്സണൽ പ്രോജക്റ്റ് എന്നുള്ള പോലെയായിരുന്നു മിൻമിനി ചെയ്തത്. പിന്നെ പഠിക്കാൻ പോയി. അപ്പൊ തന്നെ ഒരു ബ്രേക്ക് വന്നു. പഠിക്കാൻ വെച്ചാൽ ഒരു 3-4 ഇയേഴ്സിന്റെ ബ്രേക്ക് വന്നു. അപ്പോൾ ഷി വാസ് ലൈക്ക് നമുക്ക് എന്തുകൊണ്ട് നിങ്ങളെ തന്നെ വെച്ച് ചെയ്തുകൂടാ എന്നുള്ളൊരു പ്ലാൻ വന്നു. ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ബൈക്ക് ഓടിക്കാനൊക്കെ പഠിച്ചു തുടങ്ങി. അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ കോവിഡ് വന്നു. സോ പിന്നെയും നീണ്ടു. അങ്ങനെയാണ് ഈ 8 ഇയേഴ്സ് സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. അതൊരു പേർപ്പസ്ഫുള്ളി ഉണ്ടായതല്ല. ബട്ട് ബിക്കോസ് ഐ വാസ് സേ 21 or 22 when we were doing the second half, അപ്പോൾ ഒരു ഹെവിനെസ് ഫീൽ ചെയ്തു. കാരണം ഒരു ക്യാരക്ടറെ നമ്മൾ ഇത്രയും കൊല്ലം മനസ്സിൽ വെക്കുകയാണ്. നമ്മൾ വേറെ എത്ര സിനിമകൾ ചെയ്താലും ഇല്ലെങ്കിൽ സിനിമയിൽ നിന്ന് തന്നെ വിട്ടു നിന്നാലും ഈ പ്രവീണ എന്ന് പറഞ്ഞ ഒരു ആളുള്ളിലുണ്ട്, ആൾക്കൊരു കംപ്ലീഷൻ വന്നിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. സോ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഫൈനൽ സീൻ ചെയ്തപ്പോൾ ജസ്റ്റ് ലൈക്ക് ഓക്കെ, ഇന്ന് നമുക്ക് ഇറക്കി വെക്കാം, ഇനി പ്രവീണ ഇല്ല നമ്മുടെ ലൈഫിൽ എന്നുള്ള പോലെ. ബട്ട് അതൊക്കെയാണ് ഒരു ആക്ടർ എന്ന നിലയിൽ. അങ്ങനെ കുറേ ചാലഞ്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അതൊക്കെ അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഇപ്പൊ ദൃശ്യം പോലത്തെ ഒരു സിനിമ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, മിൻമിനി പോലത്തെ ഒരു സിനിമ 8 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കാണുന്നു. ലാലങ്കളുടെ കൂടെ നടന്നിട്ടാണ് തോന്നുന്നു ഈ ബ്ലെസ്സിംഗ് എന്നുള്ള വേർഡ് എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടുന്നു. അങ്കിൾക്ക് ബ്ലെസ്സിംഗ് ഭയങ്കര കൂടുതലല്ല. ബ്ലെസ്സിംഗ് എന്നുള്ള വേർഡ് എപ്പോഴും യൂസ് ചെയ്യും. ലാലേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ ആ ഫോട്ടോ ഷെയർ ചെയ്തത്, അതിന്റെ എഡിറ്റിംഗ് പ്രോസസ്സും അതിന്റെ കഥയൊക്കെ എങ്ങനെയായിരുന്നു? അയ്യോ പാവം ആള് എന്തൊക്കെയോ അങ്ങനെയല്ല ന്യൂസിലൊക്കെ വന്നു മോഹൻലാലിന്റെ ചാറ്റ് പുറത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു സ്ക്രീൻഷോട്ട്. മോഹൻലാലിന്റെ ചാറ്റ് പുറത്ത് വന്നു, ഞാനത് അടുത്ത ദിവസം ഞാൻ ലാലിനെ കാണിച്ചു, കണ്ടോ ന്യൂസിലൊക്കെ വന്നു, എയർലൈന്ന് തോന്നുന്നു. സോ I have a lot of fun working with him. എനിക്ക് ഇനി ഒരു 10 പടം ദൃശ്യം 10 വരെ ചെയ്താലും അങ്കിളിന്റെ കൂടെ അഭിനയിക്കാൻ ആയിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ ആ സിനിമയാണ് ആദ്യം റിലീസ് ആയത് കേട്ടോ തിയേറ്ററിൽ. സോ അത് ഒഫീഷ്യലി ഫസ്റ്റ് ഫിലിം അങ്ങനെ. എനിവേസ് കമ്മിങ് ബാക്ക്, സോ ഐ ഹാവ് ഓൾവേസ് ബിൻ എ ഹ്യൂജ് മോഹൻലാൽ ഫാൻ. അപ്പം എനിക്ക് എന്താ പറയാ, ഇത്തവണ എസ്പെഷ്യലി നമ്മുടെ കോൺവെർസേഷൻസ് ഒക്കെ നമുക്ക് ആ ഒരു പ്രായത്തിനൊത്ത കോൺവെർസേഷൻസും നടത്താം. ഈ കമ്മിങ് ബാക്ക് ടു ഈ ഫോട്ടോയുടെ കാര്യം, ഇപ്പോഴാണ് AI യൂസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ആള്. അപ്പോ ചുമ്മാ ഒരു ഫോട്ടോ എടുത്തു, എന്നിട്ട് മങ്കി ഓൺ ദ ലാപ്പ് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു, വന്നു, കണ്ടോ എങ്ങനെയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇതൊക്കെ എത്ര കണ്ടതാ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ഫോട്ടോ. ലൈക് ഫോട്ടോ അയക്കാൻ പറഞ്ഞപ്പോഴാണ് വാട്സാപ്പിൽ 2 ഫോട്ടോ, എന്നിട്ട് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്നൊരു സാധനം. ഫോട്ടോ ചോദിച്ചോ? ഒരു ഒന്നും തിരിഞ്ഞ് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞതും എന്റെ ഫോട്ടോ എടുത്തു. സോ എന്നിട്ടാണ് പുള്ളി തന്നെ ഒരു പ്രോംപ്റ്റ് അടിച്ച് ഉണ്ടാക്കിയ ഒരു ഫോട്ടോ ആണ്. ബട്ട് അതങ്ങനെ ഒരു ന്യൂസ് വാല്യൂ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. ദൃശ്യം 3 കഴിഞ്ഞ് ഒരു എൻഡിലേക്ക് എത്തിയപ്പോൾ ദൃശ്യം 4 എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടോ? അതിലെ സ്റ്റോറിക്ക് അറിയാലോ. അങ്ങനെയല്ല, 4-നുള്ള ഒരു ഹുക്ക് ഉണ്ട് ഡെഫിനറ്റ്ലി. എന്ന് വെച്ച് അത് 4-ആയിട്ട് ഡയറക്ട്ലി ടൈ എന്നുള്ളതൊന്നും അല്ല. എപ്പോഴും ഒരു പോസിബിലിറ്റി ഉണ്ടാവുമല്ലോ, ഒരു വാട്ട് ഇഫ് എപ്പോഴും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ് ഉണ്ടാവുമല്ലോ. സോ ആന്റണി അങ്കിൾ ഏതൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്ന് ഈ പറഞ്ഞ പോലെ പാപ്പരാസീസ് അന്ന് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു 4 ഉണ്ടാവുമെന്ന്. എന്നെ അടുത്ത് അറിയില്ല. ഞാൻ ചിത്തങ്ങൾ എടുത്തപ്പോൾ ചിത്തങ്ങൾ പറഞ്ഞു എവിടെ ആദ്യം 3 ഒന്ന് ഇറങ്ങട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം ദൃശ്യം തെലുഗു തമിഴ് ഉണ്ടാവില്ല, അപ്പൊ തെലുഗു ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും പാർട്ട് 4 വരുമായിരിക്കും. ഇപ്പൊ ലാലേട്ടന്റെ AI കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫോട്ടോ ഉണ്ടാക്കുന്ന ആ ഒരു ജേർണിയൊക്കെ പറഞ്ഞു. ഈ AI യൂസേജ് ഇപ്പൊ വെരി റീസെന്റ് കീർത്തി സുരേഷ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു, പണ്ട് നമുക്ക് ഒരു എഡിറ്റഡ് ഫോട്ടോ കണ്ടാൽ നമുക്ക് അറിയാം, ഓക്കെ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി എഡിറ്റഡ്, നമുക്കത് മനസ്സിലാവും.
അത് ഞാനല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ എത്രത്തോളം റിയലിസ്റ്റിക്കലി കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടാണ് ഫോട്ടോസ് കൊണ്ടുവരുന്നത്. അത് ഒരു സൈഡിൽ അത് നല്ലതാണ്, ഒരു സൈഡിൽ ഇപ്പുറത്ത് അത് ഞെട്ടിപ്പിക്കുന്ന ഒരു ദുരന്തമായിട്ട് മാറുന്നുണ്ട്. വാട്ട് ഈസ് യുവർ ആക്ച്വലി ടേക്ക് ഓൺ ദാറ്റ്? എൻ്റെ ഒരുപാട് ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട് എഐയിൽ എന്താ പറയാ എഡിറ്റ് ചെയ്ത ഫോട്ടോസ്. ഞാൻ തന്നെ നോക്കും ഇത് ഞാനല്ലേ എന്നുള്ള പോലെ. ലൈക്ക് എനിക്ക് ഹാവ് ടു ലുക്ക് ട്വൈസ് ടു, ബിക്കോസ് എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്ന്, ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇറ്റ് ലുക്സ് സോ റിയൽ ടു യു. ദ ക്വസ്റ്റൻ ഇസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പാപ്പരാസീസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പോലെ തന്നെയാണ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം പോസ്റ്റുകളൊക്കെ വരുമ്പോൾ മുകളിലൊരു ഇൻഡിക്കേഷൻ ഉണ്ടല്ലോ, ദിസ് ഫോട്ടോസ് AI ജനറേറ്റഡ് എന്നുള്ള പോലെ. അത് സിസ്റ്റമിന് പിക്ക് ചെയ്യാൻ പറ്റണം. ലൈക്ക് ദേ ഷുഡ് ബി ഏബിൾ ടു റെക്കഗ്നൈസ് ദിസ് ഇസ് എൻ AI ജനറേറ്റഡ് ഇമേജ് ആൻഡ് അത് കാണിക്കാൻ പറ്റണം. സോ ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ കാണുമ്പോൾ അതിന് മുകളിൽ അത് ഉണ്ടെങ്കിൽ മനസ്സിലാവും ഓക്കെ ഇത് AI ജനറേറ്റഡ് ആണെന്നുള്ളത്. ഇത് പോസിബിൾ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഇത് ആൾക്കാർ ചെയ്യുമോ എന്നുള്ളതാണ്. ഒരു ജനറേഷൻ ഇത് ആക്ച്വലി അറിയാം ഇത് AI ജനറേറ്റഡ് ആണ്, പക്ഷെ വിശ്വസിക്കുന്ന വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. ഇതല്ല, ഇതിന് മുമ്പ് മോർഫിങ്ങിന്റെ സമയത്താണെങ്കിലും എന്റെ ഫോട്ടോ ഒക്കെ മോർഫ് ചെയ്തിട്ട് അത് റിയൽ ആണെന്നും പറഞ്ഞ് ഈ പറഞ്ഞ ഓൾഡർ ജനറേഷനിലുള്ള ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണിച്ചു കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കാണിച്ചു കൊടുത്തവർക്ക് അറിയാതെ മോർഫ്ഡ് ആണെന്ന്. പക്ഷെ അവര് പേർപ്പസ്ഫുള്ളി നമ്മളുടെ ഇത് ചീത്തയാവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി ഡൈനാമിക്സ് തെറ്റട്ടെ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ അപ്പോൾ ഒക്കെ ഈ പറഞ്ഞ പോലെ ദാറ്റ് വാസ് വെരി ന്യൂ ഫോർ മീ. ഇതൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ളത്. കാരണം പറഞ്ഞാൽ വിശ്വസിക്കുമോ? കാരണം ഇവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവേണ്ട ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ ഗ്രാൻഡ് പേരൻസിനും ജനറേഷനൊന്നും ഇവരിത് വിചാരിക്കുമ്പോൾ അയ്യോ ഇത് കുട്ടി എന്താ ഇങ്ങനെ തുണിയില്ലാതെ നിൽക്കണേ എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. വരുന്ന ജനറേഷൻ അത് മനസ്സിലാവായിരിക്കും. അല്ലാത്ത ജനറേഷൻ വി കൻ ട്രൈ ആൻഡ് എക്സ്പ്ലെയിൻ. ബട്ട് നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെ നമ്മൾ എങ്ങനെ എത്രത്തോളം വറീഡാവും അതിനെ പറ്റിയിട്ട്. ഇപ്പത്തെ AI ഫോട്ടോസ് ആണെങ്കിൽ അന്ന് മോഫ്ഡ് എന്നുള്ളത് പിന്നെയും നമുക്ക് എങ്ങനെയെങ്കിലും കയ്യോ കാലോ ഒക്കെ വെച്ച്. ഇപ്പൊ ദർ ഇസ് നോ വേ ടു. ഫോർ എക്സാമ്പിൾ ദർ വാസ് എ പിക്ചർ ഓഫ് മീ, ഇനി ഇതും പോയി സെർച്ച് ചെയ്യും. ബട്ട് എനിവേസ് ഒരു ഞാൻ ഇട്ടൊരു ഫോട്ടോ ആണത്. പക്ഷെ ആ ഡ്രസ്സിന്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് എന്താ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഔട്ട്ഫിറ്റിലേക്ക് അവരത് മാറ്റി. എനിക്ക് സംശയം, പക്ഷെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇല്ലാന്നും എനിക്കറിയാം. ഏകദേശം തോന്നിയിട്ട് ഡ്രസ്സ് ഉണ്ടെന്നും എനിക്കറിയാം. സോ ഇറ്റ് വാസ് വെരി ലൈക്ക് ഡൗട്ട്ഫുൾ ഫോർ മീ ടു ലുക്ക് അറ്റ് ദാറ്റ് പിക്ചർ ആൻഡ് മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് ഇസ്. സോ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ആൾക്കാർ അത് ഉപയോഗിച്ച് തുടങ്ങി. ചെറിയ പ്രായത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. ഫസ്റ്റ് മൂവി ലാലേട്ടൻ്റെ കൂടെയായിരുന്നു. നമ്മൾ ഈ ഏൺ ചെയ്ത് തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റിന് ഫാമിലിയുടെ ഇടയിലായാലും ഫ്രണ്ട്സിന്റെ ഇടയിലായാലും കമ്മ്യൂണിറ്റിയിലായാലും ഒരു വാല്യൂ ഉണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. എനിക്കൊക്കെ എപ്പോഴും ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡ്. ഇപ്പം സുഹൃത്തുക്കളുടെ വീട്ടിലാണെങ്കിലും ഒക്കെ അവര് എസ്തറിന്റെ കൂടെ ആണെങ്കിൽ പൊക്കോ, അല്ലെങ്കിൽ അങ്ങനെ പറയാറില്ല. അയ്യോ പറയല്ലേ. പക്ഷെ അവര് കൊണ്ടുവന്നില്ല നമ്മുടെ കൺമുമ്പിൽ വളർന്ന കുട്ടിയല്ലേ. ലൈക്ക് ഒരു 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 ഇഷ്ടം മാത്രമല്ല ഒരു റെസ്പെക്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഏർണിംഗ് ആൻഡ് ഐ തിങ്ക് അത് ഏർണിംഗിന്റെ ഒക്കെ ഒരു എന്താ പറയുക ഒരു കാര്യമായിരിക്കും, ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ആ ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ എൻ്റെ ഫാമിലിനെ അറിയാവുന്നവരാണെങ്കിൽ നമ്മുടെ ഫൈനാൻസുകളൊക്കെ നമ്മൾ കളക്റ്റീവ്ലി നോക്കുന്നു, ചെറിയ പ്രായത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ഇതൊക്കെ നമുക്കൊരു ലെവൽ ഓഫ് റെസ്പെക്ട്. അതുകൊണ്ട് മാത്രം ആൾക്കാർ നമ്മളെ ബഹുമാനിക്കില്ല, പക്ഷെ അതിനൊരു പാർട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഓവർ ദി ഇയേഴ്സ് ഓൾസോ ഞാൻ വളർന്നു വന്നപ്പോഴും എൻ്റെ ക്യാരക്ടർ ഫോം ആയതിന് ഈ പറഞ്ഞ ഏർണിംഗ് ഫാക്ടർ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അതിന് നമുക്ക് സ്പെൻഡ് ചെയ്യാം എന്നുള്ളതിന് യു ഹാവ് എ പൊസിഷൻ, യു ഹാവ് എ സ്റ്റാൻഡ്. ഐ ഫീൽ how money is important, how much money is important? ഞാൻ വേറൊരു പോഡ്കാസ്റ്റിലും പറഞ്ഞു ഐ തിങ്ക് മണി ഈസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഈ പറഞ്ഞ കാശ് വേണ്ട, അല്ലെങ്കിൽ മണി ഈസ് നോട്ട് എവറിത്തിങ്. അതൊക്കെ ചുമ്മാ. അതാ ഞാൻ പറഞ്ഞു, ഈ കാശുകാരുടെ ഒരു ഫിലോസഫി ആയിരുന്നു. കാശുകാർ പാവപ്പെട്ടവർക്ക് വിറ്റൊരു ഫിലോസഫി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ മണി ഈസ് നോട്ട് എവറിത്തിങ് എന്ന് പറഞ്ഞൊരു സാധനം. മണി ഈസ് ഒരു ഫീസിന് ഫീസ്. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളൊക്കെ സ്കൂളിൽ തുറക്കാന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ പറയും എല്ലാവർക്കും സ്കൂൾ തുറക്കുന്ന ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ്, പുതിയ കൊട, പുതിയ. ഇവരെ സംബന്ധിച്ച് ടെൻഷനാ. എല്ലാം പുതിയെന്ന് പറയുമ്പോൾ അത്രയും കാശ് മുടക്കണം, യൂണിഫോം അല്ലെങ്കിൽ ബുക്സ് അത് ഇത് എന്ന് പറയുന്നത്. സോ കാശ് തന്നെ വേണം. നോ മാറ്റർ വട്ട് എവർ യു സേ യു നീഡ് മണി. സോ ഐ ഗ്രൂ അപ്പ് ബിലീവിങ്, ദോ മൈ പേരൻസ് നെവർ ബിലീവ്ഡ് ഇൻ മണി. എൻ്റെ അപ്പനൊക്കെ ഫുള്ളി ഫിലോസഫിയുടെ ആളായിരുന്നു. കാശ് വേണ്ട അല്ലെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു നല്ലൊരു ക്യാരക്ടറിന്റെ ഒരു അടിത്തറ അവർ ഇട്ട് തന്നിട്ടുണ്ട്. ബിക്കോസ് എപ്പോഴും ഈ കാശ് എന്നുള്ള ഇതിലല്ല ഞങ്ങൾ വളർന്നത്. പക്ഷെ എന്തുകൊണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാം തീരുമാനിച്ചു കാശ് വേണം, കാര്യം നടക്കണമെങ്കിൽ. ഫിലോസഫി കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത്. എന്റെ അപ്പൻ എന്നോൾ നോസ് ഒക്കെ ഇത് ഞങ്ങളെ അപ്പനെ താഴ്ത്തി പറയാൻ വേണ്ടി ഒന്നും പറയുന്നില്ല. വി ഓൾ വെരി ചിൽ അബൌട്ട് ദീസ് തിങ്സ്. ബട്ട് മണി ഈസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്.
ദ മോർ മണി യു മേക്ക് നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതും ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഏൺ ചെയ്യുന്നതിലും അത് എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിലും ഒക്കെ നല്ല ഹാപ്പിനെസ്സും സമാധാനവും സംതൃപ്തിയും എല്ലാം ഉണ്ട്. ഓ ഗ്രേറ്റ്. വാട്ട് ഈസ് ദ എക്സ്പെൻസീവ് തിങ് ദാറ്റ് യു ബ്രോട്ട് ഫോർ യുവർ ഓൺ? സ്വന്തമായിട്ട് അധ്വാനിച്ച കാശില് സ്വന്തമായിട്ട് എക്സ്പെൻസീവ് ആയിട്ട് ഭയങ്കര കാര്യം ഏതാണെന്ന് വെച്ചെന്ന് പറയും. അയ്യോ അങ്ങനെ ആദ്യമായിട്ട് ഓർക്കുന്നത് ഒരു ബാഗ് മേടിച്ചതായിരിക്കും. എനിക്ക് തോന്നുന്നു മിക്ക പെൺകുട്ടികൾക്കും ഇറ്റ് കുഡ് ബി എ ബാഗ്. അതാണ് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ ഒരു മോളിൽ പോയിട്ട് ഐ ഡിസൈഡഡ് ടു ബൈ. ദാറ്റ് വാസ് 32,000. അന്ന് എന്നെ സംബന്ധിച്ച് വലിയൊരു, ഞാൻ ആലോചിക്കും 2 മാസത്തെ വാടക, ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ അതാണ് മേടിച്ചത്. നോട്ട് എനിമോർ. ഇപ്പൊ സത്യം പറഞ്ഞാൽ അത്രയും കാശ് കൊടുത്ത് ഈ ലണ്ടനിലായിരിക്കുമ്പോൾ കുറേ ത്രിഫ്റ്റ് യൂസ്ഡ് പ്രോഡക്ട്സിന്റെ അത് റീഫർബിഷ് ചെയ്തിട്ടുള്ളത് കിട്ടും. അത് ഒരുപാട് മേടിക്കായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ലക്ഷറി ഒക്കെ നമുക്ക് ഉപയോഗിച്ചതാണെങ്കിലും നല്ല നീറ്റ് ആയിട്ട് അവർ ചെയ്ത് തരും. സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കും. അല്ലാതെ ഐ ഡോണ്ട് സ്പെൻഡ് മണി ഓൺ അങ്ങനെയൊന്നുമില്ല. നിർത്തിയ പരിപാടി. അങ്ങനെ ഒരു ബ്രാൻഡ് കോൺഷ്യസ് അല്ല. ഇല്ല, ബ്രാൻഡ് കോൺഷ്യസ് എല്ലാ ബ്രാൻഡും ഇടും. ഈവൻ എന്താ പറയാ ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ്സ് നമ്മൾ പോലും അറിയില്ല ഇടയ്ക്ക്. ആ കൊള്ളാല ഒറിജിനൽ ഇതൊക്കെ ഇരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നല്ലത് ഏതാണോ അതെല്ലാം യൂസ് ചെയ്യും. Okay, now tell me some experience. ഞാൻ കുറച്ച് കോ ആക്ടേഴ്സിന്റെ പേര് പറയാം. അവരുടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പറയണം. ഞാൻ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണല്ലോ. അതെ അതെ അതെ. കമൽഹാസൻ. ഹി മേക്സ് സച്ച് ഗുഡ് കോഫി. ഞങ്ങള് കോഫി സോ അങ്കിൾക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്, കമൽ അങ്കിൾക്ക്. സോ അദ്ദേഹം ഷുഗർ ഉപയോഗിക്കാതെ തേൻ ഒഴിച്ച് കോഫി മേക്കറും എവിടുന്നോ സോസ് ചെയ്ത, പുറത്തുനിന്ന് എവിടുന്നോ സോസ് ചെയ്ത കോഫി ബീൻസ് പൗഡർ എല്ലാം ഉണ്ട് അദ്ദേഹത്തിന് അടുത്ത്. സോ ഈവനിങ് ആകുമ്പം ഒരു ഹെവി കോഫി പ്രതീക്ഷിക്കാം. അത് കുടിച്ച ഒരു മീലിന് തുല്യമായിട്ടുള്ള അത്രയ്ക്കും ഹെവി ആയിട്ടുള്ള ഒരു കോഫി. ഐ നോട്ട് എ കോഫി പേഴ്സൺ, പക്ഷെ അത് നല്ലതായിരുന്നു അങ്കിൾ ഉണ്ടാക്കായിരുന്നു. ഇൻഫാക്ട് കഴിഞ്ഞ ദിവസം സെറ്റിൽ ലാലങ്കിൾക്ക് ഒരു കോഫി കൊണ്ടുവന്നു. അപ്പൊ അങ്കിൾ പറഞ്ഞു, മോനെ അത് കുറെ ഉണ്ടല്ലോ, അത് കുറച്ച് പകുതി ആക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ പകുതി ഞാൻ കുടിച്ചോളാം. അപ്പൊ ജിത്തു അങ്കിളാ പറയുന്നത്, അതിന്റെ പകുതി ഞാൻ കുടിച്ചോളാം. അങ്ങനെ ഞങ്ങൾ ആ കോഫി പകുതിയാക്കിയതിന്റെ പകുതി ഞാനും ജിത്തു അങ്കിൾ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, കാരണം പാപനാസിന്റെ ജിത്തു അങ്കിൾ ഉണ്ടായിരുന്നു, കമലങ്കിൾ നല്ല കാപ്പി ഉണ്ടാക്കുമായിരുന്നു. ആ ശരി. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഓർമ്മ ഇങ്ങനെ അയവിറക്കിയത് ഞാൻ ഇപ്പൊ ഓർക്കുന്നു. മോനെ വിളി അതെല്ലാവരും പറയുന്നതാണ്. I started calling him also മോനെ ഇടയ്ക്ക്. എന്താ മോനെ, ലൈൻ കട്ട്. ഞാൻ I told Alanku last day about ഈ ലൈൻ. എന്താ ഈ ലൈൻ കട്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെ അറിയാം, യു സെഡ് സംതിങ് അബൌട്ട് ലൈൻ കട്ട്. ഇപ്പൊ എല്ലാരും അതാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ ദൃശ്യത്തിന്റെ ഷൂട്ടിന്റെ ഇടയിലാണ് ബിഗ് ബോസിന് പോയി വന്നോണ്ടിരുന്നത്. അതിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാറുണ്ടോ? ഞാൻ എപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടുന്ന പോലെ ഞാൻ പറയും, ബിക്കോസ് sometimes I'm genuinely worried about his health as well. ആൾക്കൊരു ഇതും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നും, ഉറക്കമില്ല മിക്ക ദിവസവും. ഐ വുഡ് സേ ഇപ്പൊ നമുക്കൊരു 30 ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ അതിൽ 20 ദിവസവും ഷൂട്ട് കഴിഞ്ഞ് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ബിഗ് ബോസിന്റെ ഷൂട്ടിന് ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു. പിന്നെ ഓരോരോ ഈ ഫാൽക്കെ അവാർഡ് കിട്ടിയതുകൊണ്ട് അതിന്റെ പരിപാടികൾ ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് പോകുന്നു, അമ്പലങ്ങളിൽ പൂജയ്ക്ക് പോകുന്നു. ഞാൻ ജെന്യുവൻലി ആസ്റ്റും നോ പറഞ്ഞൂടെ അങ്കിൾക്ക്, ബിക്കോസ് ആൾക്ക് ഇങ്ങനെ ടയർഡ്നെസ് ഒന്നും ഇല്ല, വളരെ എനർജറ്റിക് ആയിട്ടാണ് വരുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ആലോചിക്കൂലേ ഇങ്ങനെ ആൾക്ക് മടിക്കില്ലേ എന്നുള്ളത്. അപ്പൊ എടുത്തു, എന്താ ചെയ്യാ, ഇതായിപ്പോയി എന്റെ ജോലി, ഞാൻ ഇതൊക്കെ വിട്ട് ഒരു കോഴി വളർത്തൽ ഫാം തുടങ്ങിയാലോ എന്ന് ആലോചിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ല കാര്യമായിരിക്കും. ഞാൻ പറഞ്ഞു, മലയാളികൾ കേൾക്കണ്ട, ഇത് അഭിനയിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട എന്നൊക്കെയാണ് അങ്കിൾ. ഞാൻ നല്ല ഫാം ഒക്കെ വെച്ച് ഞാനൊരു കാളവണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ വരാം, അപ്പൊ വരും എന്റെ ഫാമില്. ബട്ട് അത് ബിഗ് ബോസിന്റെ ഷൂട്ടിന് പോവായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കാണാറില്ല ബിഗ് ബോസ്. ഈ ഷോർട്സ് ഒക്കെ വരുമ്പോൾ എനിക്കറിയാം. അപ്പൊ ഞാൻ ഓരോരുത്തരെ പറ്റി, ഇവരെ പറ്റി എന്താ അഭിപ്രായം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇത് ചെയ്യാനായിട്ട്. ബട്ട് പോവായിരുന്നു, എല്ലാ പരിപാടിക്കും പോവായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഹീസ് നോട്ട് അവൈലബിൾ. രാത്രിക്കൊന്നും ആളവിടെ ഇല്ല, എവിടെയെങ്കിലുമൊക്കെ പോയി രാവിലെ. പിന്നെ ഐ വാസ് ബിസി ആയിരുന്നു ആള്. ഐ വുഡ് സേ സ്ട്രിക്റ്റ് ആണോ? സ്ട്രിക്റ്റ് അമ്മയായിരുന്നോ? ഐ മീൻ കറക്റ്റ് ചെയ്യുമായിരുന്നു, പിന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു കുറച്ച്. ഐ മീൻ മേ ബി ഇറ്റ്സ് എ ബോഡി ലാംഗ്വേജ് ആൻഡ് എവറിത്തിങ്, ബട്ട് ഷീ ഹാഡ് സം ഗുഡ് പെർസ്പെക്റ്റീവ്സ് ആസ് വെൽ. ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളുണ്ട്, പുള്ളിക്കാരത്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഐ വാസ് ലൈക്ക്, ഓ ഇപ്പൊ ആലോചിക്കുമ്പോൾ വളരെ ഫോർവേഡ് തിങ്കിങ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളുണ്ട്. ഗുഡ്, സ്ട്രിക്റ്റ്. നിവേദ, ഷീ ഈസ് വെരി പ്രിറ്റി, ബ്യൂട്ടിഫുൾ പേഴ്സൺ. നിവേദ ഉപയോഗിച്ച ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറെ വർഷം കഴിഞ്ഞാണ് അത് ഏതാണെന്ന് കണ്ടുപിടിച്ചത്.
ബട്ട് ഷീസ് വെരി സ്വീറ്റ്. ഇപ്പോൾ ഒത്തിരി വർഷമായി കണ്ടിട്ട്. ആളുടെ ചെന്നൈയിലെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ലൈക്ക് എ സിസ്റ്റർ ഫിഗർ. ഗ്രേറ്റ്. സമീറ റെഡ്ഡി. അയ്യോ എനിക്ക് ആരാന്നേ അറിയില്ലായിരുന്നു ഒരു നാൾ വരും ചെയ്യുമ്പോൾ. സമീർ റെഡ്ഡി, ഞാനും നസ്രിയയും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നസ്രിയ കണ്ടിട്ടുണ്ട് പടം കണ്ടു. അപ്പോൾ പറഞ്ഞു സൂര്യയുടെ നായിക ഇപ്പോൾ കാണണ്ടേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു മതിലിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നോക്കുകയാണ്. അന്ന് സൂര്യനെ അറിയായിരുന്നോ? സൂര്യനൊക്കെ അറിയായിരുന്നു. ബട്ട് ലൈക്ക് വാരണമായരമായിരുന്നു ആ സമയത്ത് ഹിറ്റ് ആയിരുന്ന പടം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതില് ഹീറോയിൻ ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് നോക്കി. ബട്ട് I've not watched a film അന്ന്. അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ആരാന്നൊക്കെ. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു, കൂടെ സംസാരിക്കുകയും ഇങ്ങനെ കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആളായിരുന്നു. ഒരുപാട് വർഷം കഴിഞ്ഞ് പുള്ളിക്കാരത്തി ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവായ ഒരു ഇൻഫ്ലുവൻസർ ഒക്കെ ആയ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ ഞാൻ മോളായിട്ട് അഭിനയിച്ചത്. അപ്പം യെസ് ഐ റിമെമ്പർ, മലയാളത്തിൽ ആകെ ചെയ്ത സിനിമ ഒരു നാൾ വരുമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ യു ബിക്കം എ ബിഗ് ഗേൾ എന്നൊക്കെ പറഞ്ഞ വെരി സ്മോൾ കോൺവെർസേഷൻ, അത്രേ ഉള്ളൂ. ദൃശ്യം കണ്ടോ എന്ന് ചോദിച്ചോ? അയ്യോ അത് ഞാൻ ചോദിച്ചില്ല. ഓക്കെ, നസ്രിയ. അയ്യോ നസ്രിയ, ഐ ഡോണ്ട് ഹാവ് മെനി മെമ്മറീസ്. ഐ മീൻ ഐ ഡു ഹാവ് എ ലോട്ട് ഓഫ് മെമ്മറീസ് വിത്ത് ഹർ. ബട്ട് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ഇതേ ഉള്ളൂ. ഇതേപോലെ നസ്രിയയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. എനിക്ക് ചോക്ലേറ്റ്സ്, അവർ ദുബായിലായിരുന്നല്ലോ, അപ്പൊ ദുബായ് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടു തരുമായിരുന്നു. ഷീ വാസ് ലൈക്ക് എ പ്രോപ്പർ ഒരു NRI ഗേൾ. ഈ ഫാൻസി സാധനങ്ങൾ, പിന്നെ അവരുടെ ചിപ്സ് ഉണ്ടല്ലോ, ആ ചിപ്സ് എല്ലാം കൊണ്ട്. അപ്പൊ ഞാനിങ്ങനെ വയനാട്ടിൽ നിന്ന് നമുക്ക് ഇതൊന്നും ഒട്ടുമില്ല. അപ്പം ഇതൊക്കെ നമ്മളിങ്ങനെ അയ്യോ സൂപ്പർ ബൗണ്ടി ഒക്കെ ഉണ്ടല്ലോ, സോ ഇതൊക്കെ ഇങ്ങനെ മേടിച്ച് കഴിക്കായിരുന്നു. പിന്നെ നോട്ട് ലൈക്ക് വി ഡോണ്ട് കീപ്പ് ഇൻ ടച്ച്. അങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യും, എന്തെങ്കിലും കണ്ടാൽ കോമന്റ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. നോട്ട് ആക്റ്റീവ്ലി ഇൻ ടച്ച് വിത്ത് ഹർ. ബട്ട് വെനെവർ ഐ സീ ഹർ ഫിലിംസ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഇങ്ങനെ ഉള്ളിലുണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് അങ്ങനെ അറിയില്ല. ഓക്കെ, ഞാൻ നേരത്തെ തുടങ്ങിയ പോലെ തന്നെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞു, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീഡായിട്ട് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ മലയാളികൾ. ആസ് എ ഡ്രീം എസ്തറിന്റെ അടുത്തൊരു ഫേസ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടോ? പ്ലാനിങ് എപ്പോഴും ഉണ്ട്. ബിക്കോസ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ 5 year പ്ലാൻ എപ്പോഴും ഉണ്ട്. 5 year പ്ലാൻ ഒരു 5 year മുമ്പ് എങ്ങനെയായിരിക്കണം, 5 അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എൻഡ് ഗോൾ എപ്പോഴും മീറ്റ് ചെയ്യും. അതാണ് എനിക്ക്, അങ്ങനെ എൻ്റെ ലൈഫ് തന്നെ മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞിപ്പം ഈ അണ്ടർഗ്രാഡ് കഴിഞ്ഞ് ജോലിക്ക് പോകണം എന്ന് വിചാരിച്ചു, പക്ഷെ അത് പറ്റിയില്ല. ജോലിക്ക് പോയി ഞാൻ, പക്ഷെ ഞാൻ വിചാരിച്ചൊരു ലൈഫ് അല്ലായിരുന്നു എനിക്ക്. ബട്ട് എന്നാലും അവസാനം 5 yearsന്റെ എൻഡ് എത്തിയപ്പോഴേക്കും ഞാൻ LSE പോയി പഠിച്ചു എന്നുള്ളത്. സോ ഇൻ ബിറ്റ്വീൻ നമ്മുടെ റൂട്ട്സ് ഇങ്ങനെ ക്ലാഷ് ആവുമായിരിക്കും. ബട്ട് എൻഡ് ഗോൾ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് വെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞു മൈൽ സ്റ്റോൺ വെച്ചിട്ടാണ് ഞാൻ ലൈഫ് മുന്നോട്ട് പ്ലാൻ ചെയ്യുന്നത്. സോ ഐ ഡു ഹാവ് സംതിങ് ഇൻ മൈ മൈൻഡ്. ബട്ട് ഞാനത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കത് പുറത്തു പറയാൻ പറ്റില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി ഐ വിൽ ഗെറ്റ് ടു ഡു ഗുഡ് ഫിലിംസ്, നല്ല സിനിമകൾ, നല്ല ക്യാരക്ടർ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് വന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി ഐ മൈസെൽഫ് ഇസ് അപ്രോച്ചിങ്. എനിക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്ത ഡയറക്ടേഴ്സിനൊക്കെ മെസ്സേജ് അയച്ച് ഐ ഡിഡ് ഗോ മീറ്റ് കപ്പിൾ ഓഫ് പീപ്പിൾ. സോ ഞാൻ പറയും ചാൻസിനല്ല, ബട്ട് ഓഡിഷൻ ചെയ്യാനൊരു ചാൻസ് തരുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. നമ്മുടെ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നെങ്കിൽ അവർക്ക് മനസ്സിലാവുമല്ലോ. നമ്മളിപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഫോട്ടോസോ അല്ലെങ്കിൽ കുറച്ച് ഇൻ്റർവ്യൂസോ ഒന്നും വെച്ചിട്ട് ഇതിനും സൂട്ട് ആവുമെന്ന് അറിയാനും പറ്റില്ല. അങ്ങനെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഐ ഡു ടെൽ ദം ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ അറിയാനും, പിന്നെ ഇഫ് സംതിങ് കംസ് അപ്പ് പ്ലീസ് ഡു ഗിവ് മീ എ ചാൻസ് ടു ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞ്. സോ ഐ ലൈക്ക് ദാറ്റ് പ്രോസസ്. ഞാൻ ഇപ്പോഴും ആ പ്രോസസ്സിലേക്ക് എത്തിയപ്പോഴും എനിക്ക് പണ്ട് ഈ പറഞ്ഞ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ എന്തെങ്കിലും വരും, എന്തെങ്കിലും ചെയ്യും എന്നുള്ളൊരു സാധനമായിരുന്നു. But now that I know, okay, I should give it my best, I am trying or maybe starting to try. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പഠിക്കുന്ന കാര്യത്തിലാണ് ഇത്രയും വർഷം ഫോക്കസ്. സോ എൻ്റെ ഇപ്പോൾ ലിങ്ക്ഡൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കാത്ത ആൾക്കാരില്ല. എല്ലായിടത്തും മറ്റേ വേൾഡ് ബാങ്ക്, WHO എല്ലാവർക്കും കോൺസ്റ്റന്റ്ലി മെസ്സേജിങ്. ലണ്ടനിലായാലും ഐ ഗോ ഔട്ട് ഫോർ കോഫി ചാറ്റ്സ്, ഐ പ്രസന്റ് മൈ വർക്ക്. സോ ദാറ്റ് ഈസ് ഹൗ ഐ ഗെറ്റ് തിങ്സ് ഡൺ. എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് അതിലെനിക്ക് പ്രത്യേകിച്ച് മടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സിനിമ ഒരിക്കലും ഞാൻ അങ്ങനെ കണ്ടിരുന്ന ഒരു സ്പേസ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറഞ്ഞ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. സോ എൻ്റെ അടുത്ത് ചോദിച്ചില്ല ഇപ്പം വിഷമം ഉണ്ടാവും, ഇപ്പം ചൈൽഡ് ആക്ടറായിട്ട് കണ്ടു, വലുതായപ്പം ആൾക്കാർ ഇപ്പോഴും കുട്ടിയാണെന്ന് പറയുന്നതിൽ വിഷമമുണ്ടോ എന്ന്. എനിക്ക് വിഷമിക്കാനുള്ള അർഹതയില്ലാത്ത പോലെ എനിക്ക് തോന്നും. കാരണം ഐ ഹാവ് നോട്ട് പുട്ട് ഇൻ ദാറ്റ് എഫേർട്ട് ടു become that actor or that person here. ഇനി അങ്ങോട്ട് ചിലപ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവും. ഓക്കെ ഞാൻ ട്രൈ ചെയ്തു എന്നിട്ടും എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സാധനം. പക്ഷെ ഇതുവരെ ഞാൻ സത്യം പറഞ്ഞ ഒരു മടിച്ചിയായിട്ട് ഇങ്ങനെ ഒരു മൂലയിൽ ഇരുന്ന ഒരാളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് നൗ ഐ എം എൻജോയിങ് ഇറ്റ് ആൻഡ് ഐ ആം ട്രൈയിങ്.
I would say. Starting to try. Okay. സോ വി ആർ ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ് ഫോർ ദൃശ്യം 3. ഇനിയും ഒരുപാട് നല്ല പ്രൊജക്ട്സുകൾ വരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Thank you so much. It was lovely talking to you. താങ്ക് യു എസ്റ്റർ, താങ്ക് യു.